ശരി. ആ ഒരു മൂടിക്കെട്ടിൽ വെച്ചിട്ട് 5-6 ഫോണൊക്കെ സൈലന്റാക്കിയ ഫോണൊക്കെ സൈലന്റാക്കിയ. അപ്പൊ എന്താ വെച്ചാല് ആ മൂടിക്കെട്ടിൽ വെച്ചിട്ട് 5-6 കൊല്ലം പോയാൽ മാത്രമേ കണ്ണിനെ ബാധിക്കൂ. അതുവരെ ഇത് കുഴപ്പമുണ്ടാവില്ല. 5-6 കൊല്ലം മൂടിക്കെട്ടിൽ അടുത്തേക്ക് വരുന്നല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. 5-6 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ കണ്ണിനെ ബാധിക്കുള്ളൂ. അത് കഴിഞ്ഞ് രണ്ടാമത് ബാധിക്കുന്ന നരമ്പുകളെ, നരമ്പുകൾ കണ്ണിന്റെ അല്ലാതെ മറ്റുള്ള നരമ്പുകൾ, ഈ നരമ്പുകളെ ബാധിക്കാൻ സമയമെടുക്കും. നമുക്കുള്ള പ്രശ്നം എന്താ? ഡോക്ടർമാർ പറയും വെറും വേറെ 110 അടിയിലാവണം, ഭക്ഷണം 150-160 ആവണം എന്നൊക്കെ പറയും. പക്ഷെ നമുക്കെന്താ വെറും വേറെ 150 ഉണ്ടാ തന്നെ സമാധാനം. എന്താ കഴിഞ്ഞാൽ 200-250 ഒക്കെ ഉണ്ടായതല്ലോ, ഇപ്പൊ 150 എത്തിയല്ലോ, കുഴപ്പമില്ലാതെ നടക്കും. ഭക്ഷണം കഴിച്ചിട്ട് 200 വന്നാൽ തന്നെ സമാധാനം. എന്താ 400-500 എനിക്ക് ഉണ്ടായിരുന്നു, 200 ഉള്ളൂ, കുഴപ്പമില്ലാതെ പോകും. പക്ഷെ ഈ ചെറിയ കൂടുതൽ വെച്ച് പോകുമ്പോൾ തന്നെ നരമ്പുകൾക്ക് പതുക്കെ രക്തോട്ടം കുറയാൻ തുടങ്ങും. 2-3 വർഷം കഴിഞ്ഞ് ആ നരമ്പുകൾക്ക് ഒരു പരിധി കൂടുതൽ രക്തോട്ടം കുറഞ്ഞാൽ മാത്രമേ അതിന്റെ ബുദ്ധിമുട്ട് പുറത്തുനിന്ന് ചാടുള്ളൂ. അതുവരെ ഒരു കുഴപ്പം ആർക്കും ഉണ്ടാവില്ല. അപ്പൊ നരമ്പിനെ ബാധിക്കുന്ന ലക്ഷണം എന്തൊക്കെയാണ്? ഈ കയ്യിലും കാലൊക്കെ നരമ്പിനെ ബാധിക്കാൻ തുടങ്ങുമ്പോഴാണ് തരിപ്പ്, അടച്ചില്, കുത്തിയോട്ടല്, ചുട്ടുപോച്ചലൊക്കെ തുടങ്ങും. ഈ തരിപ്പും അടച്ചിലും വന്നാൽ അതിനൊരു പ്രത്യേകത ഉണ്ട്. എന്താണ്? അത് വൈകുന്നേരം രാത്രി സമയത്ത് കൂടുതൽ ഉണ്ടാവും, പകൽ സമയത്ത് ഉണ്ടാവില്ല. അതാണ് നരമ്പിന്റെ വേദന. പകൽ ഉണ്ടാവില്ല, പകൽ കുറവായിരിക്കും. രാത്രി വൈകുന്നേരം ആകുമ്പോൾ അസമയം ഇങ്ങനെ കൂടും, രാത്രി കിടക്കാൻ നേരത്തെ അല്ലാന്നുണ്ടാവും. അങ്ങനെയാണ് നരമ്പിന്റെ ബുദ്ധിമുട്ടുകൾ കാണാം. അതേപോലെ തന്നെ അകത്ത് നരമ്പിനെ ബാധിക്കും. ഈ വയറിന്റെയും കുടലിലൊക്കെ നരമ്പിനെ ബാധിക്കാൻ തുടങ്ങും. അപ്പോൾ ദഹനത്തിന് ആവശ്യമുള്ള നരമ്പുകളൊക്കെ ബാധിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഗ്യാസ് ഇല്ലാത്തോളം ഗ്യാസ് തുടങ്ങും, വയറ്റുന്നോൻ ബുദ്ധിമുട്ടില്ലാത്തോളം വയറ്റുന്നോൻ ബുദ്ധിമുട്ട് തുടങ്ങും. അകത്ത് എന്തിനൊക്കെ ആവശ്യമുള്ള നരമ്പുകളുണ്ടോ ഓരോ നരമ്പുകളെയും ഷുഗർ ബാധിക്കാൻ തുടങ്ങും. ഇതുവരെ ഇല്ലാത്ത പല ബുദ്ധിമുട്ടുകളും പുറത്ത് കാണിക്കാൻ തുടങ്ങും. ആ നരമ്പുകൾ എന്തൊക്കെയാണ് പണിയെടുക്കുന്ന ആ പണികളൊക്കെ തുടങ്ങാൻ തുടങ്ങും. ഈ മൂന്നാമത്താണ് കിഡ്നി. എല്ലാവർക്കും ഷുഗർ വന്നാൽ തന്നെ മരുന്ന് നമുക്ക് പോകാൻ പേടിയാണ്. എന്താണ്? മരുന്ന് കുടിച്ചാൽ നിർത്താൻ പറ്റില്ല, കുടിച്ചാൽ ജീവിതകാലം കുടിച്ചാൽ തന്നെ കിഡ്നി പോകും, ലിവറോ പോകും, ഇതാണ് പേടിപ്പിക്കാനും പിന്തിരിപ്പിക്കാനുള്ള സാഹചര്യം ഇഷ്ടംപോലെ ഉണ്ടാവും. എന്നാ പോട്ടെ, ഇങ്ങനെ പേടിച്ച് പോകുന്നവർക്ക് ഭക്ഷണം നിയന്ത്രിച്ചിട്ടോ വ്യായാമം ചെയ്തിട്ടോ കൺട്രോൾ വെച്ചാൽ അതില്ല. ഭക്ഷണം നിയന്ത്രിച്ച് വ്യായാമം ചെയ്തിട്ട് വെറും 110 അടിയിലാവുന്നുണ്ട്, ഭക്ഷണം കഴിച്ച് 150-160 ഏറ്റവും നല്ല കാര്യത, സംശയമൊന്നും വേണ്ട. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. എത്ര നിയന്ത്രിച്ചിട്ടും എത്ര വ്യായാമം ചെയ്തിട്ടും 110 അടിയാണ് വെറും വരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്ന് മുതൽ മരുന്നൊക്കെ മാറിയേ പറ്റും. എന്താ? കാരണം ശരിക്കും നമ്മുടെ ശരീരത്തിൽ കിഡ്നിനെ ബാധിക്കുക ഷുഗർ കൂടുമ്പോഴാണ്. അത് ഇനി മരുന്ന് കുടിച്ചിട്ട് കൺട്രോൾ ഇല്ലെങ്കിലും കിഡ്നിനെ ബാധിക്കും, മരുന്ന് കുടിക്കാതെ കൺട്രോൾ ചെയ്യാതെ പോയാലും കിഡ്നിനെ ബാധിക്കും. കൺട്രോൾ ഇല്ലേ അത് കിഡ്നിനെ ബാധിക്കും, ഒരു സംശയം വേണ്ട. ഇനി എത്ര വില കൂടി മരുന്നുണ്ടായാലും കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിൽ കിഡ്നിന്റെ പണി എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ രക്തം മുഴുവൻ അരിച്ചെടുക്കുക, ഫിൽട്ടർ ചെയ്യാം. ഇത് ശരീരത്തിന് ആവശ്യമുള്ള രക്തത്തിൽ നിൽക്കുക, ശരീരത്തിന് ആവശ്യമുള്ള വേസ്റ്റ് മൊത്തത്തിലൂടെ ഒഴിവാക്കുക. അതാണ് കിഡ്നി ചെയ്യാം. ഷുഗർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ അരിച്ചെടുക്കുന്ന അരിപ്പന്റെ അകലം കൂടി വരാൻ തുടങ്ങും. ഈ അരിപ്പ് അകലം കൂടുമ്പോൾ പ്രശ്നം എന്താ? ശരീരത്തിന് ആവശ്യമുള്ള കൂടി ചാടി പോകുന്നത്. അതിൽപ്പെട്ട സാധനം ആൽബുമിൻ തന്നെ പ്രോട്ടീൻ. ഇത് പോകുമ്പോഴാണ് മൂത്രത്തിൽ പതനം തുടങ്ങുന്നത്. ഈ പ്രോട്ടീൻ വല്ലാണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ആള് വലിയ എന്താ വിടാതെ മൂത്രയിക്കും. ഷുഗർ കൂടുമ്പോൾ ഈ മൂത്രയിക്കുമ്പോഴൊക്കെ പ്രോട്ടീനാണ് പോകുന്നത്. ഈ പ്രോട്ടീൻ പോകുമ്പോൾ ആള് മെലിഞ്ഞ് വരും. ആ മെലിച്ചിൽ എന്താ? ശരീരത്തിന് പ്രോട്ടീൻ നന്നായിട്ട് പോകുന്നുണ്ടെന്ന് അർത്ഥം. ആ പ്രോട്ടീൻ വല്ലാണ്ട് പോകുമ്പോഴാണ് ആൾ ക്ഷീണിക്കുക. എവിടെ നിന്നാലും ഉറങ്ങാൻ തോന്നുക, കിടക്കാൻ തോന്നുക, ആവുന്നില്ല, ഉന്മേഷമില്ല. ഈ അവസ്ഥയിൽ കാണാൻ നല്ല തടിയൊക്കെ കുറഞ്ഞാറായിരുന്നെങ്കിലും അത് ഒന്നിനാവതോ ഉന്മേഷമൊന്നും ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയ്ക്ക് എത്താം. അപ്പൊ ഇത് മൂന്നാണ് ആദ്യം വരാം. കണ്ണ്, നരമ്പ്, കിഡ്നി. ഇത് മൂന്ന് ശരിക്കും താൽക്കാലികമാണ്. ഷുഗർ അല്ലാണ്ട് വൈകാതെ ഒരു പരിധി കൂടുതൽ വൈകാതെ നിയന്ത്രിക്കാന്നുണ്ടെങ്കിൽ അത് മൂന്നും തിരിച്ചിങ്ങോട്ട് വരും. കണ്ണ് തിരിച്ചുവരും, നരമ്പ് തിരിച്ചുവരും, കിഡ്നി തിരിച്ചുവരും. ഇത് വന്നിട്ട് ശ്രദ്ധിക്കാതെ പിന്നെയും വലിയാതെ പോകാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത രണ്ടാൾക്കാരൊപ്പം കൂടും. ആരൊക്കെ? ഒന്ന് പ്രഷറും ഒന്ന് കൊളസ്ട്രോളും. ഇത് രണ്ട് ഷുഗർ നിയന്ത്രിച്ചില്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന രണ്ട് അസുഖങ്ങളാണ്. ചിലർക്ക് ഇത് മുന്നേ തന്നെ ഉണ്ടാവും, അവർക്ക് റിസ്ക് കൂടുതലാണ് ഷുഗർ വന്നാൽ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും വന്നു കഴിഞ്ഞാൽ പിന്നെ വരാനുള്ളത് വലിയ ആൾക്കാരാണ്. അതൊരിക്കലും വരാൻ പാടില്ല. അത് വന്നിട്ട് ബോധം വന്നിട്ട് വലിയൊരു കാര്യമില്ല. എന്താ? പെട്ടെന്ന് തന്നെ പ്രഷർ കയറാം. ഒന്നാമത്തെ കാര്യം. ഈ പ്രഷർ കയറുന്ന സമയത്ത് ടെൻഷൻ വന്നിട്ടോ അല്ലെങ്കിൽ സ്ട്രെസ് വന്നിട്ടോ എന്തെങ്കിലും കാരണത്താൽ പ്രഷർ പെട്ടെന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രഷർ അടിച്ചു കയറുന്ന സമയത്ത് ഷുഗർ 300-400 ആണെങ്കിൽ ആ പ്രഷർ തലയിൽ പോയി ബ്ലോക്ക് ഉണ്ടാവും. അപ്പോഴാണ് പെട്ടെന്ന് കുഴഞ്ഞു പോവുക, ചുണ്ട് കൂടുക, സംസാരിക്കാൻ സ്ട്രോക്ക് നല്ല സാധനം ഉണ്ടാവും. രണ്ടാമത്തെ എമർജൻസി എന്താ? ചീത്ത കൊളസ്ട്രോളും എല്ലാവരും കൂടിയിട്ടുണ്ടാവും. കൊളസ്ട്രോൾ പ്രത്യേകിച്ച് ഒരു ലക്ഷണം ശരിക്കും കാണിച്ചിട്ടുണ്ട്. പ്രഷറും ഷുഗറൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ലക്ഷണം കാണിച്ചിട്ടുണ്ട്. കൊളസ്ട്രോൾ ചെക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അറിയുള്ളൂ. പെട്ടെന്ന് ഒരു തളർച്ച ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ. ആ ക്ഷീണം വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ECG എടുത്ത് നോക്കുമ്പോൾ പറയാം ECGയിൽ കാര്യമായിട്ട് എന്തൊക്കെയാ മാറ്റമുണ്ട്, അപ്പൊ ഒന്ന് ചെക്ക് ചെയ്തോ, ആൻജിയോഗ്രാം ചെയ്യുന്നത്. ഈ ആൻജിയോഗ്രാം ചെയ്യുമ്പോഴാണ് പറയാം 2-3 ബ്ലോക്ക് ഒക്കെ വന്നിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്താ? ഷുഗർ കൂടിയിട്ട് വേദന അറിയിക്കുന്ന നരമ്പ് കിടന്നിട്ടുണ്ടാവും. അപ്പൊ അറ്റാക്ക് വന്നാൽ നമുക്ക് വേദന ഒന്നും ഉണ്ടാവില്ല, ക്ഷീണോ തളർച്ച മാത്രമേ ഉണ്ടാവും. സൈലന്റ് അറ്റാക്ക് ഉണ്ടാവും, വേദന അറിയിക്കില്ല. അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കുവാണ് പറയാം രണ്ടാമത്തെ അറ്റാക്കാണ്, മൂന്നാമത്തെ അറ്റാക്കാണ് ഒക്കെ പറയാം. വേറെ പ്രത്യേകിച്ച് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി അതേപോലെ തന്നെ മൂന്നാമത്തെ പ്രശ്നം എന്താ?
ഈ കാൽമുക്കും കൈമുക്കും കണ്ണുമുക്കൊക്കെ രക്തോട്ടം ഈ നിയന്ത്രിക്കാതെ പോകുന്ന ഓരോ വർഷവും രക്തോട്ടം കുറഞ്ഞു വരുന്നുണ്ടാവും. കുറച്ച് വർഷങ്ങളാണ് കഴിയുമ്പോൾ ചെയ്യും ആ ഞരമ്പുകൾക്ക് തീരെ രക്തം കിട്ടാത്തൊരു സാഹചര്യം വരും. കുറഞ്ഞ് തീരെ കിട്ടാതാവും. ഈ തീരെ കിട്ടാതായ ഞരമ്പാണ് കട്ടാവും. ഈ ഞരമ്പ് കട്ടാവുന്ന ലക്ഷണം എന്താ? ഈ തരിപ്പും കടിച്ചുള്ള കാലുകളൊക്കെ മാറാൻ തുടങ്ങും. ഇങ്ങനെ പറഞ്ഞേ, ചവിട്ടി അറിയില്ല, ചെരുപ്പിട്ടാ നിൽക്കൂല, കല്ലും മുള്ളും ഓടിയാ അറിയില്ല, മുറിയായ ഉണങ്ങൂല. അന്നേ മുറി ഉണങ്ങാണ്ടിരിക്കുള്ളൂ. കഴിഞ്ഞ വർഷം റെക്കോർഡ് ചെയ്യണ്ട എന്നെക്കാട്ടി സൂപ്പർ ഇതൊക്കെ യൂട്യൂബിലുണ്ട്. അതൊക്കെ കേട്ട് നന്നാകാൻ എന്നാ നന്നാവും. അത് കേട്ടില്ല. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ അത് അന്ന് എന്ത് ചെയ്യും? ചവിട്ടി അറിയില്ല, ചെരുപ്പിട്ടാ നിൽക്കൂല, കല്ലും മുള്ളും ഓടിയാ അറിയില്ല, മുറിയായ കഴിഞ്ഞ വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ വലിയ മുറി തുടങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ ഉണങ്ങി കാത്തിക്കോ. മനസ്സിലായില്ലേ? ഇക്കൊല്ലം ഉണങ്ങാതാവുമ്പോൾ പോയി ഡോക്ടറെ കാണിക്കുമ്പോഴാണ് പറയാം ആ കാലിനൊക്കെ തീരെ രക്തോട്ടം വരുന്നില്ല, ആ കാലിന് ഷുഗർ ബാധിച്ചിരിക്കണം. മുറി ഉണങ്ങാൻ വേണ്ടി മരുന്ന് കുടിച്ചാലും മുറിമക്ക് മരുന്നെത്തുന്നില്ല. മൂത്രയിച്ചുകൊണ്ട് മുറിമക്ക് മരുന്നെത്തിയാലേ മുറി ഉണങ്ങുള്ളൂ. കണ്ണാകെ കാഴ്ച പോകും. പോയാൽ പിന്നെ കാരണം എന്താ? നിരമ്പ് പോകണം. നിരമ്പ് പറ്റിയേക്കാൻ പറ്റില്ല. കണ്ണ് പറ്റിയേക്കാം, വേറെ മനുഷ്യന്റെ കണ്ണെടുത്ത് പറ്റിയേക്കാൻ പറ്റില്ല. നിരമ്പ് പറ്റിയേക്കാൻ പറ്റില്ല. പോയത് അതിനെ കാഴ്ച ഉണ്ടാവില്ല. അപ്പൊ ഈ അവസാനത്ത് ഓരോന്ന് സംഭവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വന്നു റെഡിയോ മരുന്ന് എടുക്കാനും ഇൻസുലിൻ എടുക്കാനും ഭക്ഷണം എടുക്കാനും ഓടാനും ചാടാനൊക്കെ റെഡിയായിരിക്കും. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഒരു കാര്യമില്ല. എന്താ? ഈ വന്ന അസുഖങ്ങൾ മാറൂലാന്ന് മാത്രമല്ല, ഈ 1-2 മരുന്ന് ചികിത്സയായി പോകുന്ന അവസ്ഥയിൽ നിന്ന് ഷുഗറിന് 3-4 മരുന്ന്, പ്രഷറിന് മരുന്ന്, കൊളസ്ട്രോളിന് മരുന്ന്, ഞരമ്പിന് മരുന്ന്, ബ്ലോക്കിന്റെ മരുന്ന്, ഇൻസുലിന്, രക്തം കട്ടി ഇറക്കുന്ന മരുന്ന്, കിഡ്നിയുടെ മരുന്ന്, ഞരമ്പിന്റെ മരുന്ന്, 8-10 മരുന്നിന്റെ അടുപ്പിലാണ്. അന്ന് ഈ പേടിപ്പിക്കുന്ന അയൽവാസം ഉണ്ടാവില്ല, കുടുംബക്കാരുണ്ടാവില്ല, യൂട്യൂബ് ഉണ്ടാവില്ല, വാട്സപ്പ് ഉണ്ടാവില്ല, കൂട്ടുകാരുണ്ടാവില്ല, ഒരു കുട്ടിയെ കാണുന്നില്ല. അവർക്ക് അവരെ പണി നോക്കി പോയിട്ടുണ്ടോ? അവർക്കൊന്നും ഒരു നഷ്ടമില്ല. എന്താ? അവർക്ക് നഷ്ടം? അവരാരും നിങ്ങൾക്ക് ചെലവൊന്നും തരുന്നില്ലല്ലോ. അതേ സമയത്ത് ഷുഗർ നിയന്ത്രിച്ചു പോകുന്ന 2 കൂട്ടരുണ്ട്. അതൊക്കെ ഒന്നാമത്തെ ടീം ഏതാ? ഭക്ഷണം നിയന്ത്രിച്ച് വ്യായാമം ചെയ്ത് മരുന്നൊന്നും ഇല്ലാതെ തന്നെ വെറും 130 അടിയിലും ഭക്ഷണം ചോദിച്ചാൽ പോകുന്ന ആൾക്കാർ. രണ്ടാമത് നടക്കുന്നില്ലാതെ കണ്ടു കഴിഞ്ഞാൽ എന്റെ കൂടെ സപ്പോർട്ടായിട്ട് മരുന്ന് കിട്ടും. ചിലർ ആവശ്യത്തിന് ഇൻസുലിൻ കിട്ടും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പിന്നെ അതിൻ്റെ കൂടെ വ്യായാമം ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? 1 മാസം 1.5 മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യും. എന്നിട്ട് ഞാൻ നിയന്ത്രിക്കുന്ന ഭക്ഷണം കാരണം, ഞാൻ കുത്തുന്ന ഇൻസുലിൻ കാരണം, അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്ന ഗുളിക കാരണം വെറും 110 അടിയിൽ തന്നെയാണ്. ഭക്ഷണം കഴിച്ച് 150 1 മാസം 1.5 മാസം എല്ലാ പ്രാവശ്യം ചെക്ക് ചെയ്യും. കഴിഞ്ഞ മാസം നോർമലായിട്ട് ഇരിക്കുമ്പോൾ മാസം ചെക്ക് ചെയ്യാതിരിക്കില്ല. ചെക്ക് ചെയ്ത് ഉറപ്പ് വരും. കൺട്രോൾ ഉണ്ടെങ്കിൽ ആ മരുന്നിനെ കുറിച്ച് പോകും. കൺട്രോൾ ഇല്ലാന്ന് കണ്ട അപ്പൊ തന്നെ ഡോക്ടറെ കാണിക്കുന്ന കൺട്രോളാണ്. അല്ലാണ്ട് ഇത് കഴിച്ചിട്ടാണ് അത് കഴിച്ചിട്ടാണ് പറഞ്ഞിട്ട് പിന്നെ കാത്തിക്കൂല. മനസ്സിലായില്ലേ? അത് പെട്ടെന്നൊരു കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ 2 ദിവസം ഒന്നുകൂടി ചെക്ക് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്ത് കൂടുതലുണ്ടെങ്കിൽ വേഗം ഡോക്ടറെ കാണിച്ചിട്ട് കൺട്രോൾ ആക്കും. അങ്ങനെ കറക്റ്റ് നോർമലായി പോണ ഈ 2 കൂട്ടർക്കും ഈ 10 അല്ല 20 അല്ല 50 കൊല്ലം കഴിഞ്ഞാലും ഒരു കണ്ണും പോവില്ല, ഒരു കിഡ്നിയും പോവില്ല, ഒരു ലിവറും പോവില്ല, ഒരു ഞരമ്പും പോവില്ല, ഒരു സംശയമാണ്. അതേ സമയത്ത് വേറെ 2 കൂട്ടരുണ്ട്. ഒന്നാമത്തെ ടീമാരാ മരുന്ന് കൊടുക്കില്ല, ഭക്ഷണം കഴിക്കില്ല. അങ്ങനത്തെ ഒരു അധികം കാണില്ല, വളരെ അപൂർവമാണ്. രണ്ടാമത്തെ ടീം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതലുണ്ടാവും. മരുന്ന് കുത്തുന്നുണ്ടാവും, ചിലപ്പോൾ ഇൻസുലിൻ കുത്തുന്നുണ്ടാവും, ചിലപ്പോൾ നല്ല തടിയെടുക്കുന്ന ജോലി എടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ നല്ല ഭക്ഷണം നിയന്ത്രിക്കുന്നുണ്ടാവും. പക്ഷെ നോക്കുമ്പോഴൊക്കെ 200-300 ഷുഗർ ഉണ്ടാവും. എന്താ? അവർക്കൊരു മനസ്സമാധാനം. 2 ഗുളി കുടിക്കില്ല, 2 ഇൻസുലിൻ കുത്തുന്നുണ്ടല്ലോ, ഞാൻ മധുരമൊന്നും തിന്നണില്ലല്ലോ, ഞാൻ അത്യാവശ്യം തടിയാണെങ്കിൽ പണി എടുക്കണ്ടല്ലോ, തടിയാണെങ്കിൽ വ്യായാമം ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നോക്കുമ്പോഴൊക്കെ 200-300 ഷുഗർ. എന്താ? അവർ മരുന്ന് കുടിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് ശരീരത്തിന് ആവശ്യമുള്ള മരുന്നല്ല കുടിച്ചത്. സമാധാനത്തിന്, മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഇൻസുലിൻ കുത്തുണ്ട്. പക്ഷെ ഇൻസുലിൻ കുത്തുന്നോണ്ട് ഷുഗർ നോർമൽ ആണില്ല. പക്ഷെ അടുത്ത ദിമുഖം പോണില്ല, അത് കൺട്രോൾ ആണെന്ന് വിചാരിച്ചാൽ കാത്തുന്നില്ല. വേറെ കാണിക്കാൻ പോവുക, അല്ലെങ്കിൽ ഞാൻ കുത്തുണ്ടല്ലോ, ഞാൻ കുടിക്കണ്ടല്ലോ, അങ്ങനെ കുടിച്ചു പോകും. മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് കുറേ കുടിച്ചും കുറെ കുത്തും. നോക്കുമ്പോൾ 200-300 ഷുഗർ ഉണ്ടാവും. എന്നിട്ട് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെ വൈകിയാൽ വന്നു കഴിഞ്ഞാൽ കുറ്റാർക്കാം? ഡോക്ടർക്കും മരുന്ന് വെച്ചില്ല, കണ്ണ് വയ്ക്കണ്, മരുന്ന് വെച്ചില്ല കിഡ്നി വയ്ക്കണ്, മരുന്ന് വെച്ചില്ല ലിവർ വയ്ക്കണ്. ഒരു കാര്യമില്ല. ഒരു ലക്ഷം ഉറുപ്പിന്റെ മരുന്ന് മാസം വാങ്ങി കുടിക്കുന്നു. നിങ്ങൾ ഷുഗർ 200-300 നിങ്ങൾക്ക് ഒരാൾക്ക് വരും, ഒരു സംശയമില്ല. നിങ്ങൾ 50 പൈസയുടെ ഗുളിക എടുക്കുന്നുള്ളൂ, വെറും 50 പൈസയുടെ ഗുളിക. പക്ഷെ ആ ഗുളിക കുടിച്ചുകൂടി വെറും 110 അടിയിലായി. ഭക്ഷണം കഴിച്ച് 140-160 100 കൊല്ലം കഴിഞ്ഞാലും ഷുഗർ കാരണം അസുഖങ്ങളെ തുടരും. നമ്മുടെ ശരീരത്തിൽ അറിയണ്ട നിങ്ങൾ മരുന്ന് കുടിക്കുന്നുണ്ടോ, നിങ്ങൾ ഇൻസുലിൻ കുത്തുന്നുണ്ടോ, നിങ്ങൾ മധുരം തിന്നുന്നുണ്ടോ, ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ അറിയണ്ട. നമ്മുടെ ശരീരത്തിന് അറിയേണ്ട ഒറ്റ കാര്യമുള്ളൂ. വെറുമായിട്ട് രക്തം എടുത്ത് നോക്കുമ്പോൾ 110 അടിയിലുണ്ടോ, ഭക്ഷണം കഴിച്ചിട്ട് നോക്കുമ്പോൾ 150-160 ഉണ്ടോ. ശരി, സാധാരണ മനുഷ്യന്മാരുടെ ശരീരം പോലെ പണിയെടുക്കും എല്ലാ പണിയും.
അതല്ലാണ്ട് നിങ്ങൾ എത്ര വില കൂടിയ ഇനി ലോകത്തിൽ അമേരിക്കയിൽ മരുന്ന് കുറിച്ചൊരു കാര്യമില്ല. 200, 300, 400 ഷുഗർ എന്നുണ്ടെങ്കിൽ ഒരാൾ ഓരോന്നായിട്ട് വരും. ഒരു കാര്യമില്ല. ആ മരുന്ന് വാങ്ങുന്ന പൈസ വേസ്റ്റാണ്. ആ പൈസ കൊണ്ട് നിൽക്കൊന്നും കഴിച്ചിലാക്കാനില്ല. മനസ്സമാനം ഉണ്ടാവും, ഞാൻ കുടിച്ചിട്ടുണ്ടല്ലോ കുത്തുണ്ടല്ലോ എന്നല്ല, അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. അതാണ് ഈ കണ്ണും കാലും കിട്ടും പോരാ സ്വകാര്യത്തിൽ പോയി ചോദിച്ചാൽ മതി. അവരൊക്കെ ഷുഗറിന്റെ അളവ് എത്ര ഉണ്ടായിരുന്നു. ഇതന്നെയായിരിക്കും അവസ്ഥ. അത് 3000 കുത്തുണ്ടാവും, 3000 ഗുളിക കുടിക്കുന്നുണ്ടാവും, 200, 300 ഷുഗർ ഉണ്ടാവും. എന്നിട്ട് കുറ്റം മുഴുവനും മരുന്നിന് അനുസരിച്ച് ഒരു കാര്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതേ സമയത്ത് 35, 40, 50 വർഷമുള്ള ഷുഗർ പേഷ്യന്റിന്റെ അടുത്ത് വന്ന് കൊണ്ടുവിടാം, ഒരു കുഴപ്പമില്ല. ഒരു പക്കയാണ്, കറക്റ്റ് ചെക്ക് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യും, കറക്റ്റ് മരുന്ന് കൊടുക്കും, മാറ്റി സ്വയം ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. ചില ആൾക്കാരുടെ പ്രശ്നം എന്താ, അത് മരുന്ന് കുടിച്ച് 100, 110 കാണുമ്പോൾ ഗുളിക മുറിച്ചു മറ്റേ കുറേ വെച്ചിട്ട് ആ 100, 110 കിട്ടാനാണ് മരുന്ന് കുറിച്ചത്. ഒരു മരുന്ന് വെച്ച് 100, 110 കിട്ടി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ വിടരുത്. ആ മരുന്ന് ഇങ്ങനെ കുടിച്ചു പോകണം. അപ്പൊ എപ്പോഴും 100, 110 ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് കുറക്കൽ എപ്പോഴാണ്? വെറും വേറെ 80ന്റെ അടിക്ക് കാണും. ഒരു മരുന്ന് അനുസരിച്ച് കുത്തിയിട്ട് 80ന്റെ അടിക്ക് വെറും വേറെ കാണുന്നുണ്ടെങ്കിൽ ആ മരുന്ന് കുറക്കാൻ കഴിക്കും. ഭക്ഷണം കഴിച്ചിട്ട് 100ന്റെ അടിക്ക് വരും. ചിലർക്ക് 110, 120 കാണുമ്പോൾ പേടിയാ. ഭക്ഷണം കഴിച്ചിട്ട് വേഗം മുറിച്ചു. മനസ്സിലല്ലേ? അത് സ്വയം ചികിത്സയാണ്. സ്വയം ചികിത്സ കൊണ്ട് എവിടെത്തൂല. നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, ഡോക്ടറോട് ഒന്ന് ചോദിക്കണം, എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ 110 ആയില്ല, ഇത് കുറക്കാനയക്കണോ, കുറക്കാനയക്കണോ? മനസ്സിലായില്ലേ? അപ്പൊ 100ന്റെ അടിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്നാൽ മാത്രമേ ആ പോകുന്ന ട്രീറ്റ്മെന്റ് കുറക്കാനായിട്ടുള്ളൂ. വെറും വേറെ 80ന്റെ അടിക്ക് വന്നാൽ മാത്രമേ ആ ഗുളിക കുറക്കാനായിട്ടുള്ളൂ. അല്ലാണ്ട് അത് തൊട്ട് കുറയ്ക്കും. ഈ ചിലർക്കുള്ള പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ തുറക്കുന്നത് തന്നെ പറയാം, ഷുഗർ പെട്ടെന്ന് കുറയാം മരുന്ന് കുറിച്ചിട്ട്. പെട്ടെന്ന് എന്തെങ്കിലും ഈ കുറച്ചിൽ 2 കാരണം കൊണ്ട് വരും. നമ്മളെ കാരണം 2 കാരണം. ഇന്നെന്താ, നമുക്കിന്ന് തിന്നാൻ തോന്നുന്നില്ല, വിശപ്പില്ലാതാണ്, കുറച്ച് നുള്ളി തിന്നും. അന്ന് എന്നും കുത്തിനാക്കി ഇൻസുലിൻ കുത്തിയിട്ടുണ്ടാവില്ല, ഗുളി കുടിച്ചിട്ടുണ്ടാവും, ഷുഗർ കുറയും. അതെന്തുകൊണ്ടാണ്? നമ്മൾ മര്യാദക്ക് തിന്നാത്തോണ്ടാണ്. നമ്മൾ മരുന്ന് കുടിക്കുന്ന ആളാണ്, ഇൻസുലിൻ കുത്തുന്ന ആളാണ്, എത്ര ആളുകൾ ഭക്ഷണം കഴിച്ചാൽ പറ്റും എന്നുള്ള ധാരണ ഉണ്ട്. അത് ഒഴിവാക്കി എനിക്ക് തിന്നാൻ തോന്നുന്നില്ല, കുത്താൻ തോന്നുന്നില്ല, കുറച്ച് കുത്തിയാണ് നുള്ളി തിന്നാണ് ഇൻസുലിൻ കുത്തി കഴിഞ്ഞാൽ ഷുഗർ കുറയും. ഒരു പിറ്റേന്ന് മുതൽ ഗുളിക കുറക്കും, ഇൻസുലിൻ കുറക്കും. പിറ്റേന്ന് മുതൽ പഴയ പോലെ തിന്നുണ്ടാവും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ വേറെ സംഭവം എന്താ, വീട്ടിലുള്ള വരുന്ന തക്കാർ അല്ലെങ്കിൽ പണിക്കാരുണ്ടാവും, അവരൊക്കെ ഒന്ന് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ടാവും. അന്നത്തെ ദിവസം പണി നല്ലോണം ഇളകിയിട്ടുണ്ടാവും. എന്ന് വെക്കുന്നതിന് ഇൻസുലിനെ ഗുളിക കുടിച്ചാൽ ഷുഗർ ഡൗൺ ആവും. എന്നിട്ട് ഞാൻ എന്താ, എന്റെ മരുന്ന് നീ കുറക്കാനായിരിക്കണം, വേഗം കുറക്കും. എന്നാ പിറ്റേന്ന് മുതൽ തടി ഇളക്കുവോ? ഇല്ല, പഴയ പോലെ തന്നെ ആവും. ഇതൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാര്യം. അപ്പൊ നമ്മള് ഷുഗർ പെട്ടെന്ന് കുറയും. ഇതുവരെ ഞാൻ ഈ ഗുളികനെ കുടിച്ചത്, ഇതുവരെ ഈ ഇൻസുലിൻ തന്നെ കുത്തിയത്, അന്ന് വരെ കുറഞ്ഞിട്ടില്ല. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം കുറഞ്ഞ എന്തോ കാരണം ഉണ്ടല്ലോ, അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട കാരണം അതാണ്. പെട്ടെന്ന് കുറച്ചിട്ട് വന്നു കഴിഞ്ഞാല് ചിന്തിക്കണം, ഇത്ര ദിവസം ഞാൻ അതിനെ കുത്തിയായി, അന്നൊന്നും കുറയാതെ ഒന്ന് കുറയാൻ എന്തോ കാരണമുണ്ട്. അതിന് നിങ്ങൾ കുറഞ്ഞിട്ടും അതിന് കുത്തണം തന്നെ പറഞ്ഞത്. ഇത് രണ്ടും ഉണ്ടോ ചെക്ക് ചെയ്യണം. ഞാൻ കൂടുതൽ അളിക്കോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ എന്തെങ്കിലും കുറവ് വന്നോ, ഓക്കെ, അത് ഞാൻ നാളെ മുതൽ പഴയപോലായ കുഴപ്പമുണ്ടാവില്ല എന്ന് മനസ്സിലാവും. ഇതൊന്നും അല്ലെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് പറയണം, ഇതെന്താ നാം കുറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ചിട്ട് ചോദിക്കണം എന്താ ചെയ്യേണ്ടത്. അതേപോലെ ഇന്നത്തെ കാലം വളരെ മോശം. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാനും പിന്തിരിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, എന്താണ്, ഷുഗർ കംപ്ലീറ്റ് മാറുന്ന ഒരു മരുന്ന്, ഷുഗർ കംപ്ലീറ്റ് മാറുന്ന ഒരു മരുന്ന് ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഷുഗർ കംപ്ലീറ്റ് മാറുന്ന ഒരു മരുന്ന്, അത് കുടിച്ചു കഴിഞ്ഞാൽ മാറും, പിന്നെ ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥ അല്ല മരുന്ന് ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. നിയന്ത്രിക്കുന്ന മരുന്ന് എല്ലാവരും എടുക്കും. നിയന്ത്രിക്കുന്ന മരുന്ന് എന്താ, അത് കുടിക്കുമ്പോൾ എന്തേ മാറ്റണം നിർത്തിച്ചു. അത് ആയുർവേദ ആവട്ടെ, യുനാനി ആവട്ടെ, ഹോമിയോ ആവട്ടെ, എന്താവട്ടെ, അത് കുടിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ, അതിന്റെ എഫക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിർത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പഴയ പോലെ തന്നെ വരും. അപ്പൊ ആരെങ്കിലും അവിടെ ഐക്കോഫിന്റെ മറ്റേന്ന് വർഷമുണ്ട്, അത് കുറിച്ചാൽ മാറുന്നുണ്ട്, അവരോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, എന്താ അങ്ങനെ മാറുന്ന ഒരു മരുന്ന് നിങ്ങളെ കയ്യിലുണ്ടായിട്ട് നിങ്ങൾക്ക് നോബൽ പ്രൈസ് കഴിഞ്ഞ ചോദിച്ചാൽ അതൊന്നും ചോദിക്കണ്ട. അങ്ങനെയാണ് ഈ യൂട്യൂബിൽ ഡോക്ടർമാർ ഇരുന്ന് പറഞ്ഞിട്ട് കുടിക്കാല് ജീവിതത്തിൽ ഷുഗർ വരില്ല. ഞാൻ അത് യൂട്യൂബ് വാട്സപ്പിലാക്കി ഞാൻ പറഞ്ഞില്ല, അതല്ലേ പറയാം. അത് എന്താന്ന് സിമ്പിളായിട്ട് യൂട്യൂബിൽ എന്താണെന്ന് വിശ്വസിക്കുന്നത്, യൂട്യൂബിൽ തിരിഞ്ഞു നോക്കും. നിങ്ങൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ മരുന്ന് കുറിച്ചിട്ട് അടേലും പ്രസക്തി. ഞാനല്ല എന്നെ പോലത്തെ ഡോക്ടർ നിങ്ങൾക്ക് ഒരു മരുന്ന് വന്നത്, എന്തേ പ്രശ്നം നാളെ എന്നോട് ചോദിക്കാൻ പറ്റില്ലേ? പറ്റില്ലേ? ഈ യൂട്യൂബ് പോകാൻ പറ്റുമോ? പറ്റൂല. ഞാൻ പറഞ്ഞില്ലേ, ഇത് പൈസ കൊടുത്ത് എല്ലാവരും കിട്ടും, കിട്ടൂലേ? കുറച്ച് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ കുറച്ച് അറിവും കിട്ടും. എന്നിട്ട് ഡോക്ടറിന് പേര് എഴുതിയാൽ ഡോക്ടർ ആവും. ഡോക്ടർ ആവും ഒറിജിനലി. ഇന്നത്തെ ലോകം അങ്ങനെയാണ്. യൂട്യൂബിൽ പൈസ കിട്ടിയാൽ മതി. ആൾക്കാർ എത്ര നേരം കാണുന്നുണ്ടോ അതിന് പൈസ കിട്ടും. അവർക്ക് ആളുകൾ തടി നോക്കണത് ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഇല്ലാന്നല്ല, നല്ലതും ചീത്തവും യൂട്യൂബിലുണ്ട്. എന്താന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റില്ല. ഒറിജിനൽ അന്വേഷിക്കുക ആളെ പറ്റി. ഡിഗ്രി അത്യാവശ്യം കുഴപ്പമില്ല, വ്യാജ വൈദ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അവര് പേര് മുന്നിൽ ഡോക്ടറിനൊക്കെ
അപ്പൊ അത് നോക്കിയിട്ട് പിന്നെ വീട്ടിൽ കാര്യമില്ല. അതാണ്. അപ്പൊ നിങ്ങൾ തൊട്ടടുത്ത ഡോക്ടറോട് പോയി ചോദിക്കാം, ഇത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഇതിന് സത്യാവസ്ഥ ഉണ്ടോ? ഓക്കെ, എന്ത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ. അതേപോലെ അതിന് സിമ്പിളായി ഞാൻ പറയാം, ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊല്ലുന്ന അസുഖപ്രമേയം. അതിന് മാറുന്നൊരു മരുന്ന് കണ്ടുപിടിച്ച് അത്രയും വലിയ കണ്ടുപിടുത്തം വേറെ ഉണ്ടോ? ഇല്ല. അത് ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു മരുന്ന് കണ്ടുപിടിച്ച് നോബൽ പ്രൈസ് കിട്ടും. ഒരു സംശയമാണ്, എയ്ഡ്സിനൊക്കെ മരുന്ന് കണ്ടുപിടിക്കുന്ന പോലെ നിയന്ത്രിക്കുന്ന മരുന്ന് എല്ലായിടത്തും ഉണ്ട്. ഐക്കോഫി ആവട്ടെ മറ്റേ എന്താണ്, അത് കുടിക്കുമ്പോൾ എന്തേ മാറ്റിനെ നിർത്തി വെച്ച് ചെയ്യും. സിമ്പിൾ. നിങ്ങൾക്ക് 1 വയസ്സിനെ വാങ്ങി കുടിച്ചോളി, 1000-1500 വാങ്ങി കുടിച്ചോളി, കുടിച്ചാൽ തന്നെ അത് കുടിച്ചിട്ട് മാറൂല. അത് കുടിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിർത്തി തിരിച്ചു. അത്രേ നമ്മൾ പറഞ്ഞോളൂ. ഇനിയിപ്പോ ഡയബറ്റിക് റിവേഴ്സൽ എന്ന് പറയുന്ന സംഭവം, പ്രമേയത്തിന് തിരിച്ചു കൊണ്ടിരുന്ന സംഭവം, അത് ഞാൻ പറഞ്ഞില്ല. അത് ഭക്ഷണം നിയന്ത്രിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള വ്യായാമം ചെയ്തിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ല, പറ്റും. പക്ഷെ അതുപോലെ പോകാൻ പറ്റണം. അതുപോലെ പോകാൻ പറ്റണം. എന്നാലും പഴയ പോലെ ജീവിതത്തിൽ വരാൻ പറ്റില്ല. പഴയ പോലെ മത്സരം കളി ചാടിക്കാൻ അതിനൊന്നും പറ്റില്ല. നമ്മളെ നിയന്ത്രിച്ച് കൊണ്ടാൻ പറ്റും. അത് മരുന്നിലൂടെ, വ്യായാമത്തിലൂടെ, ഭക്ഷണത്തിലൂടെ പറ്റും. അതല്ലാണ്ട് കംപ്ലീറ്റ് മാറുന്നൊരു അവസ്ഥ ഇതുവരെ ലോകത്ത് വന്നിട്ടില്ല. അങ്ങനെ ഒരു മരുന്ന് നമ്മൾ പണ്ട് എങ്ങനെയാണ് ജീവിച്ചിരുന്നത് അതുപോലത്തെ അവസ്ഥയ്ക്ക് എത്തുന്ന ഒരു മരുന്ന് ഇതുവരെ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ മരുന്ന് കണ്ടുപിടിക്കാൻ നോബൽ പ്രൈസ് കിട്ടും, സംശയമാണ്. ഇനി അടുത്ത പ്രശ്നം എന്താ? യൂട്യൂബിന് വാട്സപ്പിൽ അടുത്ത് ഈ ഷുഗറിന് ഉപയോഗിക്കുന്ന മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ ഗുളിക ക്യാൻസറിന് കാരണമാണ് സാധനം കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ നിരോധിച്ചിരുന്നത്, ഇവിടെ നിരോധിച്ചിരുന്നത് വരുന്ന കാണാം. ചിലപ്പോൾ നമ്മൾ കുടിക്കുന്ന ഗുളിയാണ് ചിലപ്പോൾ. ഈ യൂട്യൂബിൽ വരുന്ന ഇതേപോലെ തന്നെ വീഡിയോ നമ്മൾ ഞാൻ കുടിക്കുന്ന ഗുളിയാണ്, പിന്നെ എനിക്ക് ക്യാൻസർ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ ഈ വാർത്തകളൊന്നും ഏറ്റവും വലിയ കാര്യം വെച്ചാൽ ഇതുപോലത്തെ വാർത്തയൊന്നും അംഗീകൃത ചാനലിലൊന്നും ഇല്ല, ന്യൂസ് ചാനലിലൊന്നും ഇല്ല, പത്രത്തിലും ഇല്ല, അല്ലെങ്കിൽ ആധികാരികത ഉള്ള ഒരു വാർത്ത ഏതെങ്കിലും മൂന്നാമത്തെ ചാനലിൽ വരുള്ളൂ. അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ പറയും ഇവർക്ക് പരസ്യം കിട്ടാൻ അല്ലെ? ഇവരെന്നെ പറഞ്ഞ് 10,000-കണക്കിന് ചാനലുണ്ട് യൂട്യൂബിൽ അല്ലെ? അവർക്കൊക്കെ പൈസ കൊടുത്തോ? മരുന്ന് കമ്പനിക്കാര് പറ്റില്ല. ഒന്നാമത്തെ കാര്യം. ഇനി പോട്ടെ, പത്രത്തിൽ നിങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ കണ്ടുക ഡോള കുടിക്കൂ പനി മാറൂ കണ്ടുക? ഇല്ല, അതും ഇല്ല. ഇന്ത്യൻ നിയമപ്രകാരം മരുന്ന് പരസ്യം ചെയ്യാൻ പറ്റില്ല. അപ്പൊ സാധാരണക്കാരെ തെറ്റിദ്ധരിക്കുക എളുപ്പമാണ്. അത് പത്രക്കാർക്ക് പൈസ കൊടുക്കണ്ടാവും, അതുകൊണ്ടാണ് ആ വാർത്ത വരാത്തത്. പൊട്ടത്തരാണ് അതൊക്കെ, മണ്ടത്തരാണ്. അപ്പൊ അംഗീകൃത വാർത്തകളാണെങ്കിൽ ന്യൂസ് ചാനലിൽ വരും, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ആധികാരിക പത്രത്തിൽ വരും. അങ്ങനത്തെ വാർത്തകൾ വിശ്വസിക്കാം. അല്ലെങ്കിൽ ഒരു പേരില്ലാത്ത യൂട്യൂബ് ചാനലിലോ വാട്സപ്പിൽ ഒരു വോയിസ് വന്നുകൊണ്ട് വിശ്വസിക്കാൻ പാടില്ല. അപ്പൊ ഈ വാർത്തയിൽ വിശദീകരിക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ പറയുന്നതാ, ഈ മെറ്റ്ഫോം എന്ന് പറഞ്ഞ ഗുളിക ക്യാൻസറിന്റെ കാരണമാണ് സാധനം കൊണ്ട് നിരോധിച്ചത്. വാർത്ത വിശദീകരിക്കുമ്പോൾ എന്താ പറയാ, സിംഗപ്പൂരിലെ ഇന്ന ഫാക്ടറിയിലെ ഇന്ന ബാച്ച് നിരോധിച്ചു, ആ ബാച്ചില് മെറ്റ്ഫോമിൻ ചെക്ക് ചെയ്തപ്പോൾ ഇന്ന സാധനം കണ്ടുപിടിച്ചില്ല. സിമ്പിളായിട്ട്. അപ്പത്തിന് അവിടെ തന്നെ കുറച്ച് പ്രശ്നമുണ്ട്. എന്താ പറയുക, എന്തുകൊണ്ട് ആ ബാച്ച് മാത്രം നിരോധിച്ച്? ആ ഫാക്ടറി മൊത്തം നിരോധിച്ചിട്ടില്ല, ആ ഫാക്ടറിയിൽ ഒരു ബാച്ച് മാത്രമേ നിരോധിച്ചിട്ടുള്ളൂ. എന്തുകൊണ്ട് സിംഗപ്പൂരിൽ മൊത്തം നിരോധിച്ചില്ല? നമ്മൾ ചിന്തിക്കണ്ടേ അതെന്തുകൊണ്ടായിരിക്കും? അപ്പൊ ഏതെങ്കിലും ഒരു ഫാക്ടറി ഉണ്ടാക്കുന്നതിൽ അപകടം വന്നിട്ട് ആ മരുന്ന് കുറ്റം പറയാൻ പറ്റുമോ? പറ്റൂല. സിമ്പിൾ. അത് കണ്ടിട്ട് നമ്മൾ കുടിക്കുന്ന മരുന്ന് നിർത്തിയോണ്ട് ആർക്കും നഷ്ടം? ഇതാണ് യൂട്യൂബ്, ഇതാണ് വാട്സപ്പ്. ഇതുപോലുള്ള വാർത്തകൾ ഇഷ്ടം പോലെ വരും. അത് വിശ്വസിച്ച് എടുക്കണമെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് വേറെ കുഴപ്പമില്ല. അടുത്ത വർഷം എന്താ, ഷുഗറിന്റെ ലെവലൊക്കെ ഒന്ന് മാറിയിരിക്കുന്നു. ഇപ്പോൾ 140 ഒന്നും കുഴപ്പമില്ല വെറും വയറ്റില്. പുതിയ കണ്ടുപിടുത്ത പ്രകാരം യൂട്യൂബിൽ വന്ന വോയിസാണ്, വാട്സപ്പിൽ വന്ന വേറെ ഭക്ഷണം കഴിച്ചാൽ 200 ഒന്നും കുഴപ്പമില്ല. പുതിയ നിയമപ്രകാരം പുതിയ സ്റ്റഡീസ് പറയുന്നത് അതൊന്നും കുഴപ്പമില്ലാണ്ട് വോയിസ് വരും. നോർമൽ 140 ഭക്ഷണം കഴിച്ചാൽ 200 കുഴപ്പമൊന്നുമില്ല, അതുവരെ കുഴപ്പമില്ല എന്നൊക്കെ വോയിസ് വരും. ഇത് നമ്മൾ കേൾക്കുമ്പോൾ എനിക്കിപ്പോ 150 വെറും വയറ്റിലുള്ളൂ, ഭക്ഷണം കഴിച്ച് 200 ഉള്ളൂ. ഇത് നോക്കുമ്പോൾ നോർമൽ ആളേജ് പോകും. എന്നാ പോട്ടെ, സിമ്പിൾ ആയിട്ട് സംശയം. ഈ വാർത്തകളും ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്രത്തിലോ ന്യൂസ് ചാനലിലോ കാണില്ല. ഒന്നാമത്തെ കാര്യം, പ്രമേയത്തിന്റെ ലെവല് മാറിയിരിക്കുന്ന പത്രത്തിൽ വരില്ലേ? പുതിയ സ്റ്റഡീസ് ലെവല് മാറിക്കുന്ന പത്രത്തിൽ വരില്ലേ? ന്യൂസ് ചാനൽ വരില്ലേ? ഒന്നുമില്ല. ഒന്നാമത്തെ കാര്യം. ഈ സിമ്പിൾ ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം പറഞ്ഞാൽ, നമ്മൾ വീട്ടിൽ ഷുഗർ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയ കുറെ ആൾക്കാരുണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഷുഗർ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയ കുറെ ആൾക്കാരുണ്ട് അല്ലെ? അവരെപ്പോഴെങ്കിലും വെറും വേറെ 150 കണ്ടുക? നോർമലാണ്, അവർക്ക് 150 കാണണല്ലോ അല്ലേ? ഭക്ഷണം കഴിച്ച് 200 കണ്ടുക? ഇല്ല. സിമ്പിൾ. അവിടെ തന്നെ ഉത്തരണ്ട്. നോർമലാണ്, അവർക്ക് കിടക്കാൻ കാണണ്ടേ? 150 ആണോ? ഇല്ല. ഷുഗർ, നമ്മൾ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു, ഷുഗർ ഇല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എത്ര ഷുഗർ ഉണ്ടോ അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ആയാലേ ആ വ്യക്തിയുടെ ശരീരത്തിൽ നടക്കുന്നതൊക്കെ നമ്മളിൽ നടക്കുള്ളൂ. സിമ്പിൾ. ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ വ്യക്തി എത്ര ഉണ്ടാവും? 80-90 വെറും വയറ്റിന്. ഭക്ഷണം കഴിച്ചാൽ എത്ര ഉണ്ടാവും? 110-120. അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഷുഗർ ആയാലേ ആ ശരീരത്തിൽ സാധാരണ മനുഷ്യന്റെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നടക്കുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ കുറെ മരുന്ന് കുടിക്കുന്നുണ്ട്, കുറെ ഇൻസുലിൻ കുത്തുണ്ട്, 200-300 ഷുഗർ ഉണ്ട്, എന്താ കാര്യമുള്ള? ഇങ്ങനെ ആലോചിച്ച് നോക്കി.
എന്ത് കാര്യമുള്ളത്? ആ 200 കൊണ്ടൊന്നും കാര്യമുള്ളത് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നും കഴിച്ചിലാക്കാനില്ല. മരുന്ന് മനസ്സമാധാനത്തിന് കുടിച്ചു പോകുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരാളങ്ങ് ഓരോന്നോരോന്നിട്ട് വരും. ഒരു കുറേ മരുന്ന് നിശ്ചയം കുറ്റം പറയാൻ പറ്റും? അങ്ങനൊന്നും കാര്യമില്ല. അപ്പൊ ഇത് ഞാൻ പറയാം, ഞാൻ തന്നെ മരുന്ന് കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ ഒറ്റ കണ്ടീഷൻ പറഞ്ഞു, വെറുംപാട് 110 അടിയിൽ കയറി, ഭക്ഷണം കഴിച്ച് 150-150 കയറി. അങ്ങനത്തെ ട്രീറ്റ്മെന്റിൽ പോയാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പുതിയതുണ്ടാവും. ഇതുവരെയുള്ള ബുദ്ധിമുട്ട് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും കഴിഞ്ഞൊരു 400-500 എനിക്ക് ഉണ്ടായിരുന്നു, അന്നും നിങ്ങൾക്ക് തടുപ്പം കുറച്ചൊന്നുമില്ല. ഇപ്പൊ 200 എത്തിയപ്പോൾ തടുപ്പം കുറച്ചിലാക്കിയത് എന്താ? ഈ 400-500 സമയത്ത് നരമ്പ് കേടാൻ തുടങ്ങിയത് പുറത്ത് ചാടിയിട്ടില്ല. പുറത്ത് ചാടാൻ സമയം എടുക്കും. അതേപോലെ തന്നെ നിങ്ങൾ അവസരം കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നാവണം എന്നാണോ അതുവരെയുള്ള ബുദ്ധിമുട്ടുള്ളൂ. നിങ്ങൾ സമയം കൊടുക്കുകയാണെങ്കിൽ ചാടാൻ കുറച്ച് കാത്തുക്കുന്ന ആൾക്കാരോടെ ഓരോ സാഹചര്യത്തിൽ ഓരോന്നും ചാടും. അതിനൊക്കെ മരുന്ന് കുടിച്ചാൽ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ സഹിക്കാം. അതല്ല നിങ്ങൾ എന്നാണോ നന്നാവുന്നത് അതുവരെയുള്ള ബുദ്ധിമുട്ടേ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊരു ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കൺട്രോൾ ആവുന്ന മാറ്റി പിടിച്ചേ പറ്റൂ. ഇത് ഇന്റെ നോർമൽ ആവില്ല, അല്ലെങ്കിൽ ഇന്റത് ശരിയാവില്ല, ഇന്റെ ഷുഗർ ഇങ്ങനത്തെ തന്നെയാണെന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ശരീരത്തിലാണെന്ന് പറഞ്ഞ കാര്യമില്ല. നോർമൽ ആക്കിയാൽ പറ്റും, അല്ലാതെ പോയിട്ടൊരു കാര്യമില്ല. കാരണം ഓരോരോ ബുദ്ധിമുട്ടുകൾ ഓരോരോ സമയത്തേക്ക് പുറത്തു ചാടും. ഈ പറഞ്ഞ പ്രശ്നം എന്താ? അടുത്ത പ്രശ്നം എന്താ? ഡോക്ടറെ ഷുഗർ നോർമൽ ആയില്ലേ, എന്റെ തരിപ്പണ്ട് മാറുന്നില്ല, എന്റെ കടച്ചിലണ്ട് മാറുന്നില്ല. ഇപ്പൊ 110 ഉള്ളൂ ഗവൺമെന്റിന്, ഭക്ഷണം കഴിച്ച് 200 ഉള്ളൂ, അല്ലെങ്കിൽ 160 ഉള്ളൂ പറഞ്ഞു വരും. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ്, ഈ 5-8 കൊല്ലം കൊണ്ട് കേടിയെത്തി നരമ്പ് ഒരു മാസം കൊണ്ട് നന്നാവില്ല. 5-8 വർഷത്ത് കേടെടുത്തിയതാ, ഒരു മാസം കൊണ്ടൊന്നും കേടുന്നല്ല. അപ്പൊ ഈ വരുന്ന സാധനങ്ങളൊക്കെ പതുക്കെ കേടുന്നതാ. അത് നന്നാക്കി എടുക്കാൻ ഭയങ്കര പണിയെടുക്കും, സമയം ഇഷ്ടംപോലെ എടുക്കും. ഷുഗർ നോർമൽ ആവണം, നോർമലായിട്ട് ആ നരമ്പ് തിരിച്ച് രക്തോട്ടം വരണം. എന്നിട്ട് 2-3 കൊല്ലം പോയിട്ട് ആ നരമ്പ് തിരിച്ച് പഴയ അവസ്ഥയ്ക്ക് വന്നാൽ മാത്രമേ ആ തരിപ്പും കടച്ചിലും ശരിക്കും ഒരു മാറ്റം വരുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഷുഗർ നോർമൽ ആകുമ്പോൾ ഇത് മാറുമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾ തുടക്കത്തിൽ ഷുഗറും തരിപ്പും കടച്ചിലും ഉണ്ടായിട്ടില്ലല്ലോ, കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടില്ല വന്നത്. അതേമാതിരി കൊല്ലം കഴിഞ്ഞിട്ട് മാറുള്ളൂ വന്ന സാധനം. അപ്പൊ ആദ്യം കേടെടുക്കാതിരിക്കുക. കേട് വരുത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് നന്നാവാൻ സമയം എടുക്കുന്ന ഒരു ധാരണ നമുക്ക് വേണം. നമ്മളായിട്ട് കേടെടുത്തിയാണ്, വേറെ ആരുമില്ല. നമ്മൾ നിയന്ത്രിക്കാതെ പോയതുകൊണ്ട് കേടെന്നാണ്. മനസ്സിലായില്ലേ? ഞാൻ അടുത്ത യൂട്യൂബിൽ വീഡിയോ ഉണ്ട്. എന്താണ് എക്സാമ്പിൾ പറഞ്ഞാൽ, ഞങ്ങൾ തൊടുവ് കൂടി ഇങ്ങനെ നടക്കുക. നിങ്ങളുടെ തൊടുവ് കൂടി ആരും കാണാത്ത ഇല എടുക്കുക. എന്ന് പറയാം, ഈ ഇല കത്തി കുടിച്ചാൽ മതി, ഷുഗർ മാറും. തെളിവെന്താ? തെളിവൊന്നുമില്ല. ഇത് കലക്കി കുടിച്ചാൽ മതി, നല്ലത്. അവിടെ 10 മാറിക്കണം, ഇവിടെ 20 മാറിക്കണം, കുടിച്ചു കൊടുത്താൽ നല്ല അടിപൊളി സാധനം പറഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണ്. ഇഷ്ടംപോലെ പൈസ യൂട്യൂബിൽ. അത് വിശ്വസിച്ച് കുറെ സാധുക്കൾ കലക്കി കുടിച്ചു. സിമ്പിളായിട്ട് അവിടെ പേരക്കൻ്റെ ഞാൻ പോട്ടെ, സിമ്പിൾ സാധനം ഇവിടെ പേരക്കൻ്റെ കുടിച്ചിട്ട് ഷുഗർ കുറയുന്നത് വിചാരിച്ചു, കുഴപ്പമില്ല. ഒരു 5 കൊല്ലം 6 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പഠനം വരികയാണ്. ഡയലി പേരക്കൻ്റെ കലക്കി കൊടുക്കുന്നവർക്ക് ലിവറിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്, കിഡ്നിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിൽ ഇന്ന സാധനങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആരുടെ ഉത്തരം പറയാം? ആർക്കാ നഷ്ടം? ഡയലി 5 കൊല്ലം തുടർച്ചയായിട്ട് പേരക്കൻ്റെ കലക്കി കുടിച്ചാൽ അതിൽ പേരക്കൻ്റെ കുറെ സാധനം ഉണ്ടാവില്ല, അതിൽ കുറെ കെമിക്കൽ ഉണ്ടാവും. അതിൽ ഒരു കെമിക്കൽ ലിവറിന് ഡാമേജ് ആക്കും, അല്ലെങ്കിൽ കിഡ്നിയെ ഡാമേജ് ആക്കും. എന്നതൊരു പഠനം വന്നു. നിങ്ങൾ എന്ത് ഉത്തരം പറയാം? ആരുടെ ഉത്തരം പറയാം? ആർക്കാ നഷ്ടം? അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളൊരു സാധനത്തെ പരീക്ഷിക്കുമ്പോൾ അതിന് ആധികാരികത വേണം. നിങ്ങളില്ല കുഴപ്പമില്ല, ഇന്നത്തെ കാലത്ത് ഒറിജിനൽ ആയുർവേദ ഡോക്ടർ ഉണ്ട്, ഒറിജിനൽ യുനാനി ഡോക്ടർ ഉണ്ട്, ഒറിജിനൽ ഹോമിയോ ഉണ്ട്. അപ്പൊ ഒരു ഇല കെട്ടിയ സമയത്ത് ആ ആയുർവേദ ഡോക്ടറോട് പോയി ചോദിക്കാം. ആ ഡോക്ടർ പറയണം കുഴപ്പമില്ല, ഇത് കുടിച്ചോളി, ഇത് സാധനമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറയണ കുഴപ്പമില്ല. അതല്ലാണ്ട് കുറെ മുടിവൈദ്യന്മാരുണ്ട് യൂട്യൂബിലും വാട്സപ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അവർക്ക് അങ്ങനെ എടുക്കുന്നുണ്ട്. അവർക്ക് ഞങ്ങളിത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അതിന് തെറ്റില്ലല്ലോ. വീഡിയോ ഇടുന്നത് കുഴപ്പമുണ്ടോ? ഇല്ല. പ്രശ്നം ആർക്കാം? അത് കുടിച്ചാൽ വിശ്വസിച്ചിട്ട് പരീക്ഷ പോകും. എന്നിട്ട് ഇതുപോലെ 5-6 കൊല്ലം കഴിഞ്ഞാൽ എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ ആർക്കും നഷ്ടം. അപ്പൊ എന്തിനും അതിന് ആധികാരികത തെളിയിക്കാൻ പരീക്ഷിക്കാൻ പോവാം. കുറെ സാധനങ്ങൾ യൂട്യൂബിൽ മാത്രമേ കലക്കി കുടിച്ചാൽ മതി, ഷുഗർ കുറയും. ഷുഗർ കുറഞ്ഞോണ്ടല്ല പ്രശ്നം, അത് കുറഞ്ഞിട്ട് ആ പോക്ക് പോകുമ്പോൾ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് പിന്നാലെ വരുമെന്ന് നോക്കണം. മനസ്സിലായല്ലോ? ആയുർവേദത്തിൽ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് ആദ്യം പറഞ്ഞത്. പുതിയ പഠനങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ ആയുർവേദത്തിനെതിരൊന്നല്ല കേട്ടോ, ആയുർവേദത്തിനെതിരൊന്നല്ല. നല്ല നല്ല ട്രീറ്റ്മെന്റ് ആയുർവേദത്തിലുണ്ട്, നല്ല പറയുന്നത്. എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി പറയാം. അതിപ്പോ എക്സാമ്പിൾ പറഞ്ഞ അരിഷ്ടം ചെറിയ കാലാവധിയിലൊന്നും കുടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഒരു 3-4 കൊല്ലൊക്കെ തുടർച്ചയായിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ലിവർ സിറോസിസ്. കാരണം എന്താ? അതിൽ ആൽക്കോഹോൾ കണ്ടന്റ് ചെറുതായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 3-4 കൊല്ലം തുടർച്ചയായിട്ട് കുടിക്കുകയാണെങ്കിൽ ലിവർ സിറോസിസ് വരും. അതേപോലെ തന്നെ ലേഹത്തിൽ മെറ്റലിന്റെ അംശം കൂടുതലാണ്. അപ്പൊ അത് എല്ലാവർക്കും ഏലാതി ലേഹം എന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാരൊക്കെ നന്നായിട്ട് കഴിക്കും, ദിവസം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ. അപ്പൊ ഈ ലേഹത്തിൽ മെറ്റലിന്റെ അംശം കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ ഒരു കൂടുതൽ കാലം, ചെറിയ അളവല്ല, കൂടുതൽ കാലം കുടിച്ചു കഴിഞ്ഞാൽ
അത് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മെറ്റലിന്റെ അംശം ശരീരത്തിൽ കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ അത് ക്യാൻസറിന്റെ കോശങ്ങളെ കൂട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതൊക്കെ പുതിയ പഠനങ്ങൾ. ഈ ആയുർവേദത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? അവർക്ക് കുറെ മരുന്നുകളുണ്ട്, നല്ല നല്ല. ഈ മരുന്നുകൾ ഒരു 10-25 കൊല്ലം കുടിച്ചു കഴിഞ്ഞാൽ 10 കൊല്ലം കുടിച്ചു കഴിയുമ്പോൾ എന്താ വരിക എന്നുള്ള സ്റ്റഡീസ് വളരെ കുറവാണ്. ഇന്ന അസുഖത്തിന് ഇന്ന കൊടുക്കുക, ഇന്ന അസുഖത്തിന് ഇന്ന കൊടുക്കുക എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും അവർ പഠിക്കും ഇന്ന സാധനം ഇതിലൊക്കെ നല്ലതല്ലേ. ഇതുവരെ മുടിവൈദ്യന്മാർ പറഞ്ഞായിരിക്കില്ല, ഇതുവരെ. അതേ സമയത്ത് ഒരു അലോപ്പതി മരുന്ന് എങ്ങനെ ഒരു വിപണിയിൽ ഇറക്കുന്നതിന് മുന്നേ ആ മരുന്ന് നല്ലോണം പരീക്ഷിച്ചിട്ട് വിപണിയിൽ ഇറക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഞാൻ മുന്തിയ സമയത്ത് ഞങ്ങളുടെ മരുന്ന് അത്ര മുന്തിയ വരുന്നല്ല, പക്ഷെ ഞാൻ പറയാം എങ്ങനെ ഇറക്കുന്നുള്ളത്. ഒരു കെമിക്കൽ ഇറക്കുന്ന പുതിയ മരുന്ന് കണ്ടുപിടിച്ച് ശേഷം ആ മരുന്ന് വിപണിയിൽ ഇറക്കണം എന്നുള്ളത് 5-6 കൊല്ലം എടുക്കും. 5-6 കൊല്ലം പരീക്ഷിച്ചിട്ട് കുറെ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത് കുറെ ആൾക്കാർക്ക് കൊടുത്തിട്ട് കുറെ ആൾക്കാർക്ക് 5 കൊല്ലം കൊണ്ട് വേറെ അസുഖം വരുന്നുണ്ടോ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ നോക്കിയിട്ട് വിപണിയിൽ ഇറക്കുള്ളൂ. അപ്പൊ അത്രയും കൊല്ലം കഴിഞ്ഞിട്ട് അത് ഇറക്കുള്ളൂ, മനസ്സിലായി? അപ്പൊ ഞാൻ അതത്ര മുന്തിയ സാധനം, അതിനും കുറെ പ്രശ്നങ്ങളുണ്ട്. എല്ലാത്തിനും സൈഡ് എഫക്റ്റും ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാത്തിനും ഉണ്ട് പറയാം. നമ്മള് തെറ്റിദ്ധാരണയാണ്. ആയുർവേദമല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, കുടിച്ചു പോവാ, അത് തെറ്റിദ്ധാരണയാണ്. എല്ലാത്തിലും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്റ്റ് ഉണ്ട്, നല്ലതും ചീത്തതും ഉണ്ട്, മനസ്സിലായില്ല? ഇനി അടുത്ത അപ്പൊ ഈ ഭക്ഷണം തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വേണം അത് കഴിഞ്ഞിട്ട് തന്നെ മരുന്നുള്ളൂ. ഭക്ഷണം തന്നെ ആദ്യം ഒഴിവാക്കുന്നത് പഞ്ചസാരയും ചക്കരയും. രണ്ടും ഒരേപോലത്തെ സാധനം. കരിമൂന്നിലാക്കുന്നതിനാണ് ചക്കരയും, കരിമൂന്നിലാക്കുന്ന പഞ്ചസാരയും. ഒരു വ്യത്യാസമില്ല, രണ്ടും ഷുഗർ കൂടും. തെറ്റിദ്ധാരണയാണ്, മനസ്സിലായോ? ഞാൻ പറയുന്ന മുന്നിൽ കാര്യങ്ങൾ പറഞ്ഞ നമ്മൾ പേടിപ്പിക്കാൻ വരുന്നുണ്ടല്ലോ. മരുന്ന് ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകും, ലിവർ പോകുന്ന ആൾക്കാരുണ്ടല്ല. അവരാണ് വരുമ്പോൾ അവരെ കൈക്ക് ഗുളികയാണ് കൊടുക്കുക. ആലോചന കുടുംബക്കാർക്കുണ്ടാവില്ല, അവരെ കൈക്ക് ഗുളികയാണ് കൊടുക്കുക. എന്നിട്ട് ഒന്ന് പറഞ്ഞാട്ടില്ല, ഇതെങ്ങനെ കിഡ്നി പോകുന്നു പറഞ്ഞാട്ടില്ല, പറഞ്ഞല്ലോ പറഞ്ഞല്ലോ. എന്താ 8ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ്, മാക്സിമം +2. നമ്മുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും വിദ്യാഭ്യാസം അല്ലേ? ഈ ഗുളിക എന്താണെന്ന് അവർക്ക് അറിയില്ല. ഈ ഗുളിക എങ്ങനെ ഷുഗർ കുറക്കണമെന്ന് അവർക്ക് അറിയില്ല. ഈ ഗുളിക എന്താ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് അവർക്ക് അറിയില്ല. ഇതൊന്നും അറിയാത്തൊരു വ്യക്തി എങ്ങോട്ട് വരും, ഇത് കുറിച്ച് തുടങ്ങാൻ കട്ടാ കുറിച്ച് കഴിഞ്ഞാൽ കിഡ്നി പോലെ. നിങ്ങൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? അത് പറയാനുള്ള യോഗ്യത എനിക്ക് വേണ്ടേ? അയാൾ ഇത് ഇന്നതൊക്കെ ചെയ്യും, ശരീരത്തിൽ നിന്നൊക്കെ പോയിട്ട് എങ്ങനെ കിഡ്നി അറിയും, ഓക്കെ, അയാൾക്ക് അതിനെ പറ്റി പേരുണ്ടെങ്കിൽ ഓക്കെ. ഇതൊന്നും അറിയാതെ 8ാം ക്ലാസ്സും ഗുസ്തിയുള്ള ആൾക്കാരാകുമ്പോൾ നമ്മളെ പേടിപ്പിക്കാൻ വരിക. ആർക്കാ നഷ്ടം? ഏറ്റവും വലിയ കോമഡി എന്താ? ഈ പേടിപ്പിക്കുന്നവർക്ക് ഷുഗർ ഉണ്ടാവുമോ? അവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ല. ഇനി പോട്ടെ, ഞാനതിന്റെ പോലത്തെ ഡോക്ടറിന് മരുന്ന്, ആ മരുന്നിന് എന്തെങ്കിലും സൈഡ് എഫക്റ്റ് നാളെ എന്നോട് ചോദിക്കാൻ പറ്റില്ലേ? ഈ പറഞ്ഞ ആൾക്കാർ തൊഴിൽ കുറിച്ചെല്ലാം അറിഞ്ഞിട്ട് കിഡ്നി പോയി തരാൻ പറ്റുമോ? അല്ലാതെ 2 ദിവസം വലയ്ക്ക് പോകുന്നത് സംഭവിച്ചു ഞാൻ നേരത്തെ പറഞ്ഞിരിക്കാം. പിന്നെ അവർ ജീവിതം അടിച്ചു വിളിച്ച് ജീവിക്കും. അവർ യൂട്യൂബിലും വാട്സാപ്പിലും ഡിഗ്രി എടുത്ത ആൾക്കാരാ. 10-15 യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് അതിന് ഡിഗ്രി എടുത്ത ആൾക്കാരാ. നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താ? ഈ 8-10 വർഷം പഠിച്ചുണ്ടാക്കുന്ന വിദ്യാഭ്യാസം 5 മിനിറ്റ് കൊണ്ട് യൂട്യൂബിൽ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. 5 മിനിറ്റ് കൊണ്ട് ഡോക്ടറാൻ പറ്റുന്ന നല്ല സുഖമല്ലേ? അപ്പൊ അതാദ്യം മനസ്സിലാക്കാം അവരാരാന്നുള്ളത്. ഈ പറഞ്ഞ ചക്കര കപ്പല്ലാന്ന് പറയാൻ കുറെ ആൾക്കാർ വരും. അവിടെ അതിനകത്ത് പറഞ്ഞത് അവരാരാ നമ്മൾ നോക്കണം. ഇവർക്ക് പറയാനുള്ള യോഗ്യത ഉണ്ടോ നോക്കണം. 8ാം ക്ലാസ്സും കുസ്തിയാണോ നോക്കണം. അവർക്ക് അത് പറയാനുള്ള യോഗ്യത ഇല്ല, അതിനെ പറ്റി പഠിച്ചിട്ടില്ല. എന്താ കിഴങ്ങല്ലേ, അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ചെറിയ അളവിലൊന്നും കുഴപ്പമില്ല, കൂടുതൽ പറ്റില്ല. ഫസ്റ്റത്തെ പഞ്ചസാര ചക്കര. രണ്ടാമത് അരിഭക്ഷണം. അരിഭക്ഷണം നല്ല കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനമാണ്. നമുക്ക് കേരളീയരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? രാവിലെ ചായക്ക് അരിഭക്ഷണം, ഉച്ചക്ക് ചോറ്, വൈകുന്നേരം ചിലപ്പോൾ കടി ഉണ്ടാക്കും, ചിലപ്പോൾ അതും അരിയാവും. രാത്രിയാണെങ്കിൽ 4-3 നേരമായിട്ട് അരിഭക്ഷണം. അതാണ് കേരളീയരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഈത്തപ്പഴം 1-2 കഴിക്കാം, അത് ഞാൻ വരാം ഇൻഷാല്ലാ. അപ്പൊ ഈ അരിഭക്ഷണം നമ്മളില്ലേ പകല് കുറച്ച് കഴിച്ചോളൂ, രാവിലെ ഉച്ചക്കുള്ള ചെറുതായി കഴിച്ചോളൂ. തീരെ കൺട്രോൾ ചെയ്യാത്തവർക്ക് നല്ല സ്ട്രിക്റ്റ് ചെയ്യും. പക്ഷെ ചെറിയ കൺട്രോൾ ഉള്ളവരും പറയും രാവിലെ ഉച്ചക്ക് കഴിയും, രാത്രിക്ക് തീരെ പറ്റും. അപ്പൊ ചോദിക്കും മറ്റുള്ള ഇതൊക്കെ ഷുഗർ ഇല്ല, ഇതിനെന്താ വ്യത്യാസം? എല്ലാത്തിനും ഷുഗർ ഉണ്ട്, ഗോതമ്പിലും രാഗിയിലും ഓട്സും എല്ലാത്തിനും ഷുഗർ ഉണ്ട്, ഇല്ലാത്ത സാധനമില്ല. പക്ഷെ 2 കാര്യങ്ങൾ, ഒന്ന് അളവ് വ്യത്യാസം. ഒരു കപ്പ് രാഗിയും ഒരു കപ്പ് ചോറും തിന്നു കഴിഞ്ഞാൽ ആ ചോറിനെക്കാട്ടി ഷുഗർ കുറവാണ് രാഗിക്ക്. അപ്പൊ ആ കപ്പ് ചോറ് രാഗി തിന്നു കഴിഞ്ഞാൽ ഷുഗർ ശരീരത്തിൽ അത്ര കയറില്ല. ഒന്നാമത്തെ കാര്യം. ഈ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും വലിയ പോയിന്റ്. എന്താ? ഈ സാധനമൊന്നും ഇഷ്ടപ്പെട്ടത് തിന്നില്ല അല്ലേ, നിവൃത്തിയോടുകൊണ്ട് തിന്ന കുറച്ച് തിന്നു. ചില ആൾക്കാർ ഡോക്ടർ എനിക്ക് പറ്റില്ല, രാത്രിക്ക് അങ്ങനത്തെ സാധനം തിന്നണ്ടേ, അങ്ങനത്തെ സാധനം തിന്നണ്ടേ, എന്നാലും കുറച്ച് തിന്നുള്ളൂ അല്ലേ? ഇഷ്ടമുള്ള തിന്നാ അല്ലാതെ നല്ല തിന്നു. ചില ആൾക്കാർ പറയാം എനിക്ക് സാധനം പറ്റിയല്ലേ ഡോക്ടറെ, എനിക്ക് തീരെ ഇഷ്ടമല്ല, അങ്ങനത്തെ സാധനം നോക്കി തിന്നോ. അന്നോട്ടാ അങ്ങനത്തെ കുറച്ചേ തിന്നുള്ളൂ, ശരീരത്തിന് അധികം പറ്റൂല, മനസ്സിലായില്ലേ? അതാണ് നമ്മൾ ശരീരത്തിൽ ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ശരീരത്തിൽ ഷുഗർ എത്തുള്ളൂ, മനസ്സിലായില്ലേ? അതാണ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സ് നമുക്ക് പറ്റുന്നതുകൊണ്ട് പറ്റാത്തത്. പറ്റാത്തത് പറഞ്ഞാൽ ചക്ക.
മാങ്ങ, ചെറിയ പഴം, മുന്തിരി, സപ്പോട്ട, പൈനാപ്പിൾ, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഷുഗർ കൂടുതലുള്ള ഫ്രൂട്ട്സാണ്. ഇതിൽ നിന്ന് വിട്ടിരിക്കണം ഏറ്റവും നല്ലത്. തിന്നാൻ പറ്റുന്ന കുറെ ആൾക്കാരുണ്ട്. ചെറിയ വയലിൽ തിന്നാം, ആപ്പിൾ തിന്നാം, ഓറഞ്ച് തിന്നാം, മുസമ്പി തിന്നാം, സവർജിൽ തിന്നാം, പേരക്ക തിന്നാം, ഉറുമാമ്പായി ചെറിയ ആളുകൾ തിന്നാം. ഈ റോബസ്റ്റ് ആണെങ്കിൽ ചെറിയ പഴുപ്പുകൾ നോക്കി തിന്നാം. പപ്പായ ആണെങ്കിൽ അധികം പഴുപ്പില്ലെങ്കിൽ 2 വർഷം തിന്നാം. ഈ തണ്ണിമത്തനാണ് 2 വർഷം തിന്നാം. ചെറിയ ചെറിയ 2 വർഷം 3 വർഷം ഒക്കെ കുഴപ്പമില്ല. ഈത്തപ്പഴം പറഞ്ഞാൽ ചെറിയ ഈത്തപ്പഴം കാരണം 2 3 തിന്നാം. വലുതാണെങ്കിൽ 1 2 തിന്നാൻ പറ്റുള്ളൂ. മനസ്സിലായി? അതൊക്കെ പൂതിക്ക് തിന്നാം. ശരി, എല്ലാം കൂടി ഒരു ദിവസമല്ല, ഓരോരോ അളവിൽ ചെറിയ ചെറിയ അളവിൽ എനിക്കൊക്കെ തിന്നാൻ പറ്റും. കിഴങ്ങുകൾ ഒട്ടുമൊക്കെ കിഴങ്ങ് ഷുഗർ കൂട്ടും. കൂടിയും ഉരുളകിഴങ്ങ്, ചക്കരക്കിഴങ്ങ്, ചേനയും കാവത്തും പുളിയൊക്കെ ഷുഗർ കൂടാൻ സാധ്യത ഭയങ്കര സാധ്യതയുള്ള. അതിന് വിട്ടിരിക്കാനല്ല. തിന്നാൻ പറ്റുന്ന പ്രോട്ടീൻ ഉള്ള സാധനം നന്നായിട്ട് തിന്നും. ഈ പ്രോട്ടീൻ കൂടുതൽ പതപതായി പോകുന്നതുകൊണ്ടാണ് നമ്മൾ തടി കുറവ്, ക്ഷീണം വന്നൊക്കെ ഉണ്ട്. അത് യൂട്യൂബിൽ തന്നെ പറഞ്ഞത്, ഞാൻ പറഞ്ഞത് ഇതുപോലത്തെ വീഡിയോസ് കുറെ വരും. മനസ്സിലാക്കണില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അത് മാത്രമാണ് അറബികൾ തിന്നുന്നത്. കിഴങ്ങുണ്ടല്ലോ, കിഴങ്ങ് നമ്മുടെ ശരീരത്തിന് അടിപൊളി സാധനമാണ്. പക്ഷെ ഷുഗർ വന്നവർക്ക് നല്ലതല്ല. ശരി, കിഴങ്ങിൽ ഫൈബറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ശരീരത്തിൽ കുറെ ആന്റി ഓക്സിഡന്റും ഫൈബറും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ കാർബോഹൈഡ്രേറ്റ് അന്നജം കൂടുതലാണ്. ഈ അന്നജം പെട്ടെന്ന് ഷുഗർ ആക്കുക, അത് കൂടുതലാണ് കിഴങ്ങുകളിൽ. അതുകൊണ്ടാണ് കിഴങ്ങ് വർഗ്ഗം പറ്റില്ല എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ശരീരത്തിന് കേടുണ്ടാകുന്നത് ഷുഗർ കൂട്ടുന്ന സാധനം ആയതുകൊണ്ടാണ് പറ്റില്ല പറഞ്ഞത്. മനസ്സിലായില്ലേ? അത് കിഴങ്ങാ, ഒട്ടുമിക്ക കിഴങ്ങാണ്. അപ്പൊ ഈ പ്രോട്ടീൻ ഉള്ള സാധനം നന്നായിട്ട് കഴിക്കും. ഈ പ്രോട്ടീൻ നഷ്ടപ്പെട്ടുകൊണ്ടാണ് തടി കുറവ്, ക്ഷീണം വന്നൊക്കെ. പ്രോട്ടീൻ സാധനം എന്തൊക്കെ? ചെറുപയർ, കടലകള്, പയറുകള്, കോഴിമുട്ട കഴിക്കാം, പാല് പാടയൊക്കെ കുടിക്കാം, അണ്ടി ബദാമൊക്കെ കഴിക്കാം. ഇതൊക്കെ നല്ല സാധനങ്ങളാണ്. പക്ഷെ ഇതൊക്കെ മേത്ത് കിടക്കുന്ന ഷുഗർ നോർമലാണ്. നോർമൽ ഇല്ലാത്ത ഒരാൾ ഇങ്ങനെ വാരി കഴിച്ചിരുന്ന കാര്യം അതിങ്ങനെ കഴിക്കും, അതിങ്ങനെ മുത്തൂർ ചാടിപ്പോകും, കഴിക്കും ചാടിപ്പോകും. കാരണം ആ അരിപ്പ ഓട്ടായി കിടക്കണം. അത് അരിക്കുന്ന അരിപ്പ ഓട്ടായി കിടക്കുന്നതായും അത് ശരീരത്തിൽ എടുക്കൂല. അപ്പൊ ഷുഗർ നോർമൽ ആക്കാതെ വാരി കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ക്ഷീണം മാറൂല, തടി കൂടൂല, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. പഴയ പോലെ തന്നെ ഉണ്ടാവും. ആ കഴിക്കുന്നതൊക്കെ മുത്തൂർ ചാടി പോകും. ഷുഗർ നോർമൽ ആക്കിയിട്ടാണ് കഴിക്കുന്നത്. ശരിക്കും മനസ്സിലാവും, അതൊക്കെ അനുഭവിച്ചറിയാൻ പറ്റും. തടി കുറഞ്ഞവരാണെങ്കിൽ തടി ഒന്ന് കൂടാൻ തുടങ്ങും. ആ ക്ഷീണം വന്നവർക്കാണെങ്കിൽ ആ ഒരു ഉന്മേഷം വരാൻ തുടങ്ങും. ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും ഈ വ്യത്യാസം. ഷുഗർ നോർമൽ ആകുമ്പോൾ നമ്മൾ ഇതിന്റെ അരിപ്പ് ചുരുങ്ങാൻ തുടങ്ങും. ശരീരത്തിന് ഒരു ഉണർവും ശരിക്കും വരും. ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും. അതിന് കൂടുതൽ സപ്പോർട്ടായിട്ട് ചെറുതായിട്ട് തടി അളക്കാം. എല്ലാവർക്കും വീട്ടിൽ ജോലി മാത്രം പോരാ, നമ്മളോട് പറയും പുറത്തതിന് കൂടെ ചുറ്റി നടക്കാൻ പറയും. ആണുങ്ങളോട് പറഞ്ഞത് ഇരുന്ന് ജോലി ഇറങ്ങാൻ പറ്റില്ല. അതിന് പുറമെ തടി വെക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത് സപ്പോർട്ടായിട്ട് മരുന്നിക്കാം. വ്യായാമം ചെയ്ത് തടി ഭക്ഷണം നിയന്ത്രിച്ചിട്ട് കൺട്രോൾ ഉണ്ടെങ്കിൽ മരുന്ന് വേണ്ട. എന്നിട്ട് കൺട്രോൾ ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മരുന്ന് മുക്കോ ഇൻസുലിൻ മുക്കോ പോകാം. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഇൻസുലിൻ ആണ് ഗുളികയാണ് നല്ലതെന്നുള്ള ചിന്താഗതി. ഇൻസുലിൻ തന്നെ നല്ലത്. ഇൻസുലിൻ തന്നെ നമ്മുടെ ശരീരത്തിൽ പണി ഒരാൾ എടുത്തില്ല. നമ്മൾ ശരീരം ചെയ്യേണ്ട ഒരു പണി ഒരാൾ പുറത്തുനിന്ന് എടുത്തില്ല. ഗുളിക നമ്മളെ ശരീരത്തിനെ കൊണ്ട് കൂടുതൽ പണിപ്പിക്കുക. നമ്മുടെ ശരീരത്തിനെ കൊണ്ട് കൂടുതൽ പണിപ്പിക്കുക. ഇൻസുലിനെ കൂടുതൽ ഉണ്ടാക്കിപ്പിക്കുക, ഷുഗറിനെ കൂടുതൽ കുറപ്പിക്കുക. അതൊക്കെ ആ ഗുളിക പോയി ചെയ്യിപ്പിക്കും. അപ്പൊ നമ്മളെ ശരീരത്തിന് കൂടുതൽ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണോ അതല്ല നമ്മൾ കൂടുതൽ പണിയെടുക്കുന്നതാണോ എളുപ്പം? ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ്. മനസ്സിലായില്ലേ? പക്ഷെ അവിടെ വ്യത്യാസമുണ്ട്. എന്താ? നമുക്ക് 1-2 ഗുളിക കൊടുക്കുമ്പോൾ ഷുഗർ നോർമലാണ്. വേറെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. ആരോഗ്യമുള്ള ശരീരമാണ്. ആൾക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഗുളിക കുടിച്ചുകൊണ്ട് ഷുഗർ നോർമലാക്കി പോകേണ്ട ഒരു പ്രശ്നമില്ല. അതേ സമയത്ത് 5-8 മരുന്ന് കുടിച്ചിട്ടുണ്ട് ഷുഗർ നോർമലാക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും ഷുഗർ കൺട്രോൾ ആയിട്ടില്ല. എന്നിട്ട് ഇന്നെ കൊന്നാലും വേണ്ടിയില്ല ഞാൻ കുത്തിലാക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. ആ ശരിക്കും ആ ശരീരത്തിന് ചെയ്യുന്ന ദ്രോഹമാണ്. കാരണം ആ ഷുഗർ കൂടിയിട്ട് ശരീരം വീക്കായി കിടക്കുമോ. ആ വീക്കായ ശരീരത്തിനെ കൊണ്ട് പിന്നെയും പണിപ്പിക്കാന്ന് പറഞ്ഞാൽ ശരീരം കൂടുതൽ വീക്കാവുക വയ്യ. അപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ പെട്ടെന്ന് വരാൻ പറയാം. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ഇൻസുലിൻ ആണ്. പക്ഷെ തുടക്കത്തിൽ ആരും സംഭവിക്കില്ല എന്ന് നോക്കണം. അല്ലാതെ ആ ചിന്ത എന്താ? ഇൻസുലിൻ അവസാനമാണ്, കുത്തിയ പിന്നെ ഞാൻ ഗുളികയ്ക്ക് വരാൻ പറ്റൂല. ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. മനസ്സിലായില്ലേ? സിമ്പിളായി നിങ്ങൾക്ക് ഇതൊക്കെ ഇന്ന് ഈ ഇവിടൊക്കെ നടക്കുന്ന കാര്യം. ചുറ്റുവട്ടത്തുണ്ട് ഇൻസുലിൻ ആയാ എന്റെ കാര്യം കഴിഞ്ഞ് ഇതാണ്. അപ്പൊ ഞാൻ ഗർഭിണിയാൾക്ക് ഷുഗർ വന്നു കഴിഞ്ഞാൽ എന്താ കൊടുക്കല്? സിന്ധുരാജ് തിരിച്ച ഗുളിക വരുന്നില്ലേ? പ്രമേയം ഗർഭം കഴിഞ്ഞാല് ഉത്തരം എന്താ? അവിടുത്തെ ഉത്തരമുണ്ട്. ഇതൊക്കെ നമ്മൾ ചുറ്റോട്ടത്ത് നടക്കുന്ന ചിമ്പതികളാണ്. അതായത് ഓരോരോ തെറ്റിദ്ധാരണകളാണ്. നമ്മളിങ്ങനെ ഓരോ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമല്ലേ? നമുക്ക് അതിനെ പറ്റി അറിയില്ല. അല്ലേ? ഇനി അടുത്ത വർഷം എന്താ? ഇതൊക്കെ കേട്ട് നല്ല ഉഷാറായിട്ട് ഷുഗറൊക്കെ നോർമലാക്കി ചിലപ്പോൾ പോകും. 5-8 മാസം കഴിയുമ്പോൾ ഇതുപോലത്തെ പുതിയ വാർത്തകൾ വരും. അവിടത്ത് കണ്ടിട്ട് ഇവിടെ നിന്ന് വെച്ചില്ല. ഈ 5-8 മാസം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് നന്നാക്കി എടുത്ത നരമ്പുകളുണ്ടാവും. അങ്ങനെ പതുക്കെ നന്നായി വന്നിട്ടുണ്ടാവും. ആ ഒരൊറ്റ മാസം നമ്മൾ പരീക്ഷണത്തിന് നിൽക്കും. പരീക്ഷണം നിൽക്കണ്ടെന്നല്ല, ആ ഷുഗർ എല്ലാം താളം തെറ്റും. താളം തെറ്റിന് ശേഷം എന്ത് ചെയ്യും? 8 മാസം കഷ്ടപ്പെട്ട് നന്നാക്കി കൊടുക്കുന്ന നരമ്പ് എന്തായി? ഇതിന് ഐശ്വര്യ നന്നായി നോക്കും. ആ നരമ്പിനെ ആർക്കും നഷ്ടം? ആർക്കും നഷ്ടം? നമുക്ക് നഷ്ടം. ഇതന്നെ എല്ലാവർക്കും സംഭവിക്കുന്നത്. ഷുഗർ നോർമൽ ആളെന്ന് ഉഷാറാൻ തുടങ്ങും. അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ഗുളിക ഇഞ്ചി കുടിച്ചണ
90 വെറും വയറ്റില് ഭക്ഷണം കഴിച്ച് 100 ഉള്ളൂ 110 ഉള്ളൂ. ഒന്ന് കുറച്ച് നോക്കാം. കുറച്ച് നോക്കുമ്പോൾ പ്രശ്നമില്ല. എന്താ പ്രശ്നം? ഈ കുറച്ചിട്ട് ഈ ഷുഗർ ചെറിയ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാല് ഷുഗർ ഒരു ഈ ആളുകൾക്ക് മനസ്സിലാകാത്ത പ്രശ്നമില്ല. ഒരു പെട്ടെന്നുള്ള ചെറിയ കുറവ് ശരിക്കും കാണിച്ചിരിക്കും. അതായത് ഇപ്പൊ ഒരാൾ 2 ഗുളിക കുടിച്ചിട്ട് പോകുന്നത് കറക്റ്റ് പോയി വെച്ചാൽ പെട്ടെന്ന് അയാൾക്ക് ഒരു ഗുളിയാക്കാൻ വിചാരിച്ചു. അയാൾ ഒരു ഗുളികക്ക് മാറും. ഈ വലിയ ഗുളികക്ക് മാറുമ്പോൾ 100 110 പോയി ഷുഗർ എന്താ 200 210 എത്തിയിട്ടോ അയാൾക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ആ 200 210 5-6 മാസം കഴിയണം ശരിയൊന്നും കാണിച്ചില്ല. അതേ സമയത്ത് 400 500 പെട്ടെന്ന് കാണിച്ചത് സ്വന്തം വെച്ചും ദാഹമൊക്കെ ഉണ്ടാവും. അപ്പൊ ചെറിയ 200 300 ശരിയും കാണിച്ചില്ലാത്തതുകൊണ്ടാണ് ആൾക്കാർക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വെത്താതിരിക്കണം എന്ത് വേണം? 1 മാസം 1.5 മാസം നമുക്ക് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 200 കാണോ, അങ്ങനെ എനിക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, പിന്നെയും പോവും ആ മരുന്ന് വെച്ചിട്ട് പോവും. ആ 200 വെച്ച് ക്ഷീണം കാണിക്കുന്നവരെ പോവും. ക്ഷീണം കാണിക്കുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ പറ്റും. അതേ സമയത്ത് ആ 200 കണ്ടപ്പോൾ തന്നെ ഡോക്ടർ ഇപ്പോൾ കൂടുതലാണ് എന്താ ചെയ്യേണ്ടി ചെയ്യാന്ന് അത്ര തന്നെ ഡോക്ടർ മാറ്റി തന്നിട്ട് കൺട്രോൾ ആക്കി തന്നെ ആ ക്ഷീണത്തിൽ വരില്ല. അതാണ് പറഞ്ഞത്. ആ ചെറിയ ശരീരം കൂടുതൽ ഷുഗർ ശരീരം കാണിച്ചിട്ടേ ഇല്ല. അത് കാണിച്ചാൽ മാസങ്ങൾ എടുക്കും. അത് ആദ്യം എല്ലാവരോടും പറയുന്ന കാര്യം എന്താണ്? ഷുഗർ ഇന്ന് കൂടുമ്പോൾ നാളെ തന്നെ ബുദ്ധിമുട്ട് കാണിച്ചു തരുന്ന ഒരു അസുഖമായിരുന്നെങ്കിൽ ഇന്ന് കൂടുമ്പോൾ നാളെ തന്നെ നമുക്ക് ശരീരം കാണിച്ചു തരും. ബുദ്ധിമുട്ട് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ ലോകത്തുള്ള ഒരു മനുഷ്യന്മാർക്കും കണ്ണും കാലും കിടന്നൊന്നും പോകില്ല, ഒരാൾക്കും പോകില്ല. ഇന്ന് കൂടുമ്പോൾ നാളെ തന്നെ കാണിച്ചു തരുന്ന അസുഖമായിട്ട് പ്രമേഹമുണ്ടെങ്കിൽ ഇത് കൂടിയിട്ട് മാസങ്ങളും കൊല്ലങ്ങളും കഴിഞ്ഞിട്ടാണ് ഓരോ സാധനം പുറത്തു തരാം. അപ്പോഴേ ഡോക്ടറെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് കാത്തിക്കണമെങ്കിൽ ഒന്നും പറയാനില്ല. അപ്പൊ അതിനൊക്കെ എത്താതിരിക്കാൻ ആകെപ്പാടൊരു കാര്യമുള്ളൂ. എന്താ? ഓരോ മാസം 1.5 മാസം കൊണ്ട് ചെക്ക് ചെയ്യുക. 110ന്റെ അടിയിൽ വെറും വേറും ഭക്ഷണം 150 160 പോവുക. അത് എങ്ങനെയാണെന്നുള്ള നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്ക് ഭക്ഷണം നിയന്ത്രിച്ച് പറ്റുന്ന നല്ല കാര്യം. അല്ല മരുന്നനുസരിച്ച് പറ്റുന്ന മരുന്നനുസരിച്ച് വേണം. അത് ഏതിലാണ് നമ്മൾ തന്നെ എങ്ങനെ നോക്കുക. ഒരു കൺട്രോൾ കിട്ടിക്കഴിഞ്ഞാൽ ആ കൺട്രോൾ വിടാതെ പോവാം. അങ്ങനെ പോവുകയാണെങ്കിൽ ആ മരുന്ന് മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുള്ളൂ, വേറെ മരുന്നുകൾ ഉണ്ടാവില്ല. ചില ആൾക്കാർ പറയും ഇതിപ്പോ ഇതുപോലെ ക്ലാസ് ചോദിച്ചൊരു ചോദ്യമാണ്, നിങ്ങൾ ശരിക്കും ഇത് മയക്കുമരുന്ന് വലിക്കല്ലേ? ഇത് അഡിക്റ്റായി ഇതില്ല, നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, നിങ്ങളത് ശരിക്കും മയക്കുമരുന്നല്ലേ ചോദിച്ചു. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് ഷുഗർ വന്നിട്ട് എത്ര വർഷമായി ചോദിച്ചു. അപ്പോൾ 15 വർഷമായിട്ടാണ്. ആയിക്കോട്ടെ, ഈ 15 വർഷമായിട്ട് നിങ്ങൾ ഈ മരുന്ന് കുടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് വെച്ചു. ഷുഗർ മുന്നില്ല. അപ്പൊ തൊട്ടടുത്തുള്ള ആള് പറഞ്ഞു നിങ്ങൾ ബാക്കി ഉണ്ടാവില്ല. അപ്പൊ ഇത് മയക്കുമരുന്നാണോ അതോ ശരീരം കണ്ടെടുക്കുന്ന ആളാണ്? ഇതാണ് തെറ്റിദ്ധാരണ. നമുക്കിത് വേറെ തെറ്റിദ്ധരിപ്പിക്കാൻ എളുപ്പമാണ് സമൂഹത്തില്. നിങ്ങളാണ്ട് അഡിക്റ്റ് ആക്കുകയാണ് ഇംഗ്ലീഷുകാര് മരുന്ന്. അങ്ങനെ അത് കുടിക്കാൻ പറ്റില്ല. സത്യത്തിൽ ആ 15 വർഷം അയാൾ മരുന്ന് കുടിച്ചോണ്ടല്ലേ അയാൾ ഇവിടെ വന്നിരുന്നത്. അയാൾ തുടക്കത്തിൽ നിന്ന് മരുന്ന് കുടിച്ചാൽ ഞാൻ മരുന്ന് കുടിച്ചു നടക്കണമെങ്കിലോ എടുത്തെത്തുക. അത് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞത് ഇന്ന മരുന്ന് ഒന്നുമില്ല, ഞാൻ കണ്ടീഷൻ പറഞ്ഞത്തുള്ളൂ. 110ന്റെ അടിയിൽ വരുന്നത് വരണം. ഭക്ഷണം കഴിച്ച് 150 എല്ലാവരും വരാം. അങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ. മനസ്സിലായി? അതേപോലെ തന്നെ ഈ യൂട്യൂബ് വാട്സപ്പ് നല്ലോണം ശ്രദ്ധിക്കുക. അതിൽ വളരെ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ വരും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുള്ള കാര്യമാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഡോക്ടറെ കാണിക്കാൻ വരുമ്പോൾ ഇന്ന സാധനങ്ങൾ ഡോക്ടർ പറയണ്ടല്ലോ, അതിന് സത്യാവസ്ഥ ഉണ്ടോ? സാധാരണക്കാരുടെ ചോദിക്കരുത്. അയൽവാസികളും കുടുംബക്കാരൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും അറിയില്ല അതിനെപ്പറ്റി. ഡോക്ടറെ ഈ രാത്രിയെ ഭക്ഷണം നമ്മള് എന്താണ് കഴിക്കണം നല്ലത്? ഞാനിപ്പോ 2 ചപ്പാത്തി ചപ്പാത്തി ആവട്ടെ ഇതാവട്ടെ ഇതൊക്കെ അളവിലാണ് കാര്യം. ഒരു 5-6 ചപ്പാത്തി ഉണ്ടെങ്കിൽ അതും ചോറിന് വ്യത്യാസമൊന്നുമില്ല. എല്ലാത്തിനും ഷുഗർ നേരത്തെ പറഞ്ഞില്ലേ, ഷുഗർ ഇല്ലാത്ത സാധനമില്ല. അതേ സമയത്ത് എല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ എല്ലാത്തിനും ഷുഗർ ഉണ്ട്. പക്ഷെ അളവിലാണ് വ്യത്യാസം. നമ്മള് അളവ് നമ്മൾ കുറഞ്ഞ അളവിലേ കഴിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതായത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ഭക്ഷണം രാത്രി കഴിക്കേണ്ടത്. നമുക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഭക്ഷണം രാത്രി കഴിക്കണ്ടേ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് തിന്നുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള സാധനം ആകുമ്പോഴാണ് കൂടുതൽ തിന്നുക. കാരണം ഷുഗറുള്ളവർക്ക് നല്ല വിശപ്പുണ്ടാവും, നല്ല ദാഹം ഉണ്ടാവും. മറ്റു തിന്നണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ തിന്നണ്ടെന്നല്ലോ പറഞ്ഞത്. അളവ് കുറക്കാൻ പറ്റുന്ന ഫുഡാണോ? നല്ല ചോറും കൂട്ടാനൊക്കെ ഉണ്ടെങ്കിലോ കുറച്ച് തിന്നോ അതാണ് ഞാൻ പറഞ്ഞത്. ഇഷ്ടമില്ലാത്ത സാധനം ശരിക്കും രാത്രി സെലക്ട് ചെയ്യും. അതായത് ചപ്പാത്തി 2-3 മാക്സിമം.